വർണ്ണരാജികൾ മണ്ണിൽ പടരും വർണ്ണവീജികൾ വർണ്ണങ്ങൾ കൊണ്ടു നടക്കും മേഘങ്ങൾ പോലെ മനുഷ്യൻ തുടരുന്ന യാനം എത്ര ദൂരം ദൂരെ മുന്നിൽ പൊന്നൂലുകൾ പുലർകാലം നോക്കി പാടും ഉള്ളിൽ പൊൻവീണകൾ ആയിരം താമര പൂവനങ്ങൾ താരണി മഞ്ചുള താഴ്വരകൾ മഞ്ഞിൽ മുങ്ങും നേരം തെന്നൽ മന്ത്രം ചൊല്ലും നേരം നീളയായി ആയിരം താമര പൂവനങ്ങൾ താരണി മഞ്ചുള താഴ്വരകൾ മഞ്ഞിൽ മുങ്ങും നേരം തെന്നൽ മന്ത്രം ചൊല്ലും നേരം നീളയായി ഈ വീതിയിൽ സ്വർണം പാകും വീതിയിൽ പാവം മർത്യന് എന്നും കണ്ണീർ പൂവുകൾ പദമുന്നാനൊരു തീരം തേടി തലചായ്ക്കാനൊരു ഇടവും തേടി ദൂരെ മുന്നിൽ പൊന്നൂലുകൾ പുലർകാലം നോക്കി പാടും ഉള്ളിൽ പൊൻവീണകൾ പുലർകാലം നോക്കി പാടും ഉള്ളിൽ പൊൻവീണകൾ ഉപദ്രവിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ സന്തോഷമായി നമുക്ക് തിരിയാം. ഒച്ചവയ്ക്കാനോ എതിർക്കാനോ ശ്രമിച്ചാൽ ഇവിടെ നിന്ന് ജീവനും കൊണ്ടുപോകില്ല. മര്യാദയ്ക്ക് ആഭരണങ്ങളെല്ലാം അഴിച്ചു വെക്കണേ. എന്റെ പൊന്നു മക്കളെ, പടച്ചോനെ വിചാരിച്ച് നമ്മളെ ഒന്ന് ഒഴിവാക്ക്. അത് കൊള്ളാമല്ലോ കാക്ക. പടച്ചോൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നിലയ്ക്ക് ആവില്ലായിരുന്നല്ലോ. കൂടുതൽ വർത്തമാനം പറയാതെ എല്ലാം അഴിച്ചു വാങ്ങണേ രാജു. കള്ളന്മാരാണെങ്കിലും നിങ്ങൾക്കും പെങ്ങന്മാരില്ലേ? അതുങ്ങളുടെ നിൽക്കാവ് മുടങ്ങി കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? വാചകം നിർത്തിയല്ല അഴിച്ചു കാണോ. ഇല്ലെങ്കിൽ ഇത് അഴിച്ചു തരുന്നതിനേക്കാൾ ഭേദം നിങ്ങൾ നമ്മളെ കൊല്ലുകയാണ്. 14-ാമത്തെ വയസ്സ് മുതൽ ഇവർക്ക് നിക്കാഹ് ആലോചിക്കാൻ തുടങ്ങിയതാ. 26-ാമത്തെ വയസ്സിലാ മോനെ ഒന്ന് ഉറച്ചു കിട്ടിയത്. ഓളെ കണ്ടിട്ടല്ല, ഓളെ മേത്ത് കിടക്കണ പൊന്ന് കണ്ടിട്ടാ. അന്തി ഉറങ്ങണ കുടിയും പറമ്പും തീരെഴുതി കൊടുത്തിട്ടാണ് മക്കളെ ഞാൻ ഇത്രയും പൊന്നുണ്ടാക്കിയത്. അത് നിങ്ങൾ പിടിച്ചു പറിക്കാന്ന് വെച്ചാ നമ്മളെ ജീവനെ നിങ്ങൾ പിടിച്ചു പറിച്ചു. അതത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. വേണ്ടി വന്നാൽ നിന്നെ തട്ടി പൊന്ന് കെട്ടിയെടുക്കാൻ ഞങ്ങൾക്കറിയാം. നിങ്ങളുമായിട്ട് മരുടാനുള്ള ആരോഗ്യം നമ്മക്കില്ല മക്കളെ. മോളെ ഇങ്ങോട്ട് ഇറങ്ങി അവിടെ എടുക്കണം. കണ്ടോ മോനെ, ഈ കാലാണ് പൊന്നായിട്ട് ഇവിടെ കഴുത്തി കിടക്കണം. ഈ നിക്കാഹ് കൂടി നടന്നില്ലെങ്കിൽ അപ്പുറത്തെ തങ്ങളാണ് ഇനി കൂടി ജീവിച്ചിരിക്കുക. പിന്നെ നമ്മൾ ജീവിച്ചിട്ട് എന്ത് കാര്യമാണ് മോനെ? അനക്കത്രേ വിധിച്ചിട്ടുള്ളൂ മോളെ. നമ്മളെ കൊന്നിട്ട് നിങ്ങൾ തടിച്ചെടുത്തോളി. നിങ്ങളെങ്കിലും സുഖമായി ജീവിച്ചോളി.
കാക്ക, നിങ്ങൾ കയറിയിരിക്കും. മോനെ മോളെ കയറിയിരിക്കും. മോളെ കയറി. രാജു, നീ എന്ത് ചെയ്യാൻ പോവാണ്? സമയമുണ്ട്, പറയാം. പടച്ചോൻ എന്നെ തുണയ്ക്കും മോനെ. എന്റെ ജീവൻ പോണവരെ അന്നെ നമ്മൾ മറക്കില്ല. താൻ വണ്ടി എടുക്ക്. നീ എന്ത് തെണ്ടിത്തരമാണ് കാണിക്കുന്നത്? തെണ്ടികളായ നമ്മള് നല്ലത് വല്ലതും കാണിക്കുമെന്ന് കരുതിയ നീയല്ലേടാ വിഡ്ഢി. ഇപ്പോഴെന്നെ കുത്തി കൊല്ലണമെന്ന് നിനക്ക് തോന്നുന്നുണ്ട് അല്ലേ? ഇനി വൈകിക്കണ്ട. ഇന്നാ കുരുത്തം കെട്ടവൻ, നിന്നെ കൂടെ കൂട്ടി അന്നു മുതൽ ഞാൻ ഗതി പിടിച്ചിട്ടില്ലടാ. രാജു രാമൻ വന്നില്ലേ? ഇല്ല സാർ. ശരി, ഞാൻ 11 മണിക്ക് സൈറ്റിൽ വരാം. രണ്ടുപേരും എപ്പോഴും കുപ്രസ്ത സ്റ്റേഷൻ ഗഡികളെ നിങ്ങൾ ഈ അതിർത്തി വിട്ട് പോയിട്ടില്ലെന്ന് ഉറപ്പിക്കാനാണ് ദിവസം ഇവിടെ ഒപ്പിടാൻ പറയുന്നത്. പക്ഷേ എനിക്ക് നിങ്ങളത്ര വലിയ വിശ്വാസമൊന്നും പോരാ. എന്റെ കണ്ണിൽ പൊടിയിടാന്ന് വിചാരിച്ചാൽ അത് സാധിക്കുമെന്ന് ഓർമ്മിക്കുന്നുണ്ട്. രാമു, എനിക്ക് ഈ അടുത്ത കാലത്തായി നിരപരാധത്തിൽ കൂടുതലാണല്ലേ? അത് സ്ത്രീകളെ കാണുമ്പോൾ എന്റെ മൂക്കിന് ചുവട്ട് നടക്കുന്ന നിന്റെ തെമ്മാടത്തങ്ങൾ ഞാൻ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു അല്ലേ? എന്നെ പിടിച്ച് സ്റ്റേഷനിൽ വരാൻ മാനമണ കുടുംബക്കാരും തയ്യാറാവുന്നില്ല മാത്രം. പക്ഷെ കാറ്റെപ്പോഴും ഒരു ഭാഗത്തേക്ക് മാത്രം വീശുമെന്ന് വിചാരിക്കേണ്ട. ഈ കളി തുടർന്നാൽ അധികം താമസം കഴിയേണ്ടി വരും. മനസ്സിലായോ? പോയിക്കോ. അയാളുടെ കണ്ണു വെട്ടിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായി. കൂടുതൽ കളിച്ചാൽ അകത്താക്കാനും അയാൾ പഠിക്കില്ല. നീ ഒന്നും മിണ്ടാതെ പോടാ. ഇതുപോലെ എത്ര ഇൻസൈഡർമാരെ കണ്ടിരിക്കുന്നു. പിന്നെ അയാള് തീ കൊണ്ട് കളിച്ചാൽ കൈ പൊള്ളുമെന്നോടെ നീ ഓർമ്മിച്ചു. പാമ്പറ. അപ്പോഴേ സാർ എങ്ങോട്ടാ? ഒരു നല്ല കാര്യത്തിന് പോകുമ്പോഴാണോടാ തിരിച്ചു വിളിക്കുന്നത്? ഓ, നല്ല കാര്യം അല്ലേ? ശരി ശരി, പതിവ് പരിപാടിയല്ലേ, നടക്കട്ടെ. എന്താ പൊങ്ങുന്നില്ല അല്ലേ? എന്നാ ഞാൻ പൊക്കിത്തരാം. വേണ്ട. എനിക്ക് ബുദ്ധിമുട്ടാന്ന് വിചാരിച്ചിട്ടാണ്. അല്ല, എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതെന്താടോ അങ്ങനെ? ഒരു സഹായമല്ലേന്ന് വെച്ചിട്ടല്ലേ? ഞാൻ പിടിച്ചു തരാം. വേണ്ട, പിടിച്ചു തരാൻ വേറെ ആളുണ്ട്. എടി പെണ്ണേ, വലിയ വീര്യൊന്നും കാട്ടണ്ട. ചട്ടിന്ന് ചാടി അടുപ്പിലാന്ന് ഓർമ്മിച്ചോ? രാമുന്റെ അടുത്ത് വിലസുവരാരും രക്ഷപ്പെട്ടിട്ടില്ല. നിന്നെ എടുത്തോളാം. സാവിത്രി, ഇന്ന് മഴ പെയ്യുമെന്നാ തോന്നുന്നത്. അതെന്താടി? 2 ആഴ്ചയോളം ആയല്ലോ ഞാൻ ചത്തോ ജീവിച്ചോന്ന് അറിയാൻ വന്നിട്ട്. മതി മതി നിന്റെ പുന്നാരം പറിച്ചിട്ട്. ഞാൻ പറയുന്നതിനെ കുഴപ്പമുള്ളൂ. പുതിയ കുറ്റി തടഞ്ഞാൽ പഴയതൊക്കെ മറക്കുമെന്ന് എനിക്കറിയാം. നിന്നെപ്പോലൊരു ശീലാവധി എനിക്ക് മറക്കാൻ പറ്റുമോ എന്റെ സാവി? സമയം കളയാതെ കിടക്കെന്റെ മോളെ. ഓ, എത്ര
നീ മാത്രം അകത്തേക്ക് വന്നാൽ മതി. വാ, ഊണ് കഴിക്കാം. വാ അങ്ങോട്ട് നീ. കാശൊക്കെ തീർത്തിട്ടുണ്ടാവുമല്ലേ? ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ചോദിക്കേണ്ടത് എന്റെ കടമയാണല്ലോ. ഏതായാലും നാളത്തേക്ക് കാശ് വേണമല്ലോ. നാളത്തെ കാര്യമല്ലേ? കാശ് വെക്കുന്ന നല്ലത്. ഇല്ലെങ്കിൽ താനെന്താ അങ്ങ് തിന്നു കളയോ? എടാ വാസു, നിന്റെ ഓശാരമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ കയ്യിൽ എപ്പ കാശ് വരുന്നോ അപ്പ തന്നെ നിന്റെ നക്കാപ്പച്ച തിരിച്ചു തരും. തൽക്കാലം കാശിന് ആവശ്യമുണ്ട്. നീ വലിയ പന്നി വളർത്തുകാരനല്ലേ, അതുകൊണ്ടാ നിന്നെ തേടി വന്നത്. വാടാ. മെക്കെട്ട് കയറിയാ ചിലപ്പോ ചോരൊരു മണ്ണാവും. കേട്ടോ വാസു? ഊരാ തലക്കെട്ട്, അടിക്കുന്ന തലക്കെട്ട്. ഊരാ. നാളെ നമുക്ക് വാടക കൊടുക്കേണ്ട ദിവസമാണ്. ഇന്ന് വരെ പറഞ്ഞ വാക്ക് നമ്മൾ തെറ്റിച്ചിട്ടില്ല. പിന്നെ അയാളിപ്പോ നമ്മളോട് വാടക ചോദിക്കാൻ വരില്ലായിരിക്കാം, പക്ഷേ അതിന് കാരണം ഭയമാണ്. അതേതായാലും മുതലെടുക്കാൻ എനിക്ക് ഉദ്ദേശിച്ചു. നീ ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഹരിചന്ദ്രനെ നടന്നാൽ അവസാനം ആപ്പിലാവും. അതെന്തോ ആവട്ടെ. ഏതായാലും നാളേക്ക് പണം ഉണ്ടാക്കിയേ പറ്റൂ. അതിനിപ്പോ എന്ത് ചെയ്യാനാ? നമുക്ക് വഴിയുണ്ടാക്കാം. നീ എനിക്ക് വാ. കൃഷ്ണ ഗുരുവായൂരപ്പ, എന്നെ മാത്രം രക്ഷിക്കണേ. എത്ര കാലമായി ഈ കള്ളൻ നമ്മുടെ വീർപ്പിന്റെ വില വാങ്ങാൻ തുടങ്ങി. ഭസ്മക്കുറി അടിഞ്ഞ് നിൽക്കുന്നത് ഇപ്പൊ ഉണ്ടല്ലേ. കട്ടുകൊണ്ട് വരുന്ന മുതൽ വാങ്ങിച്ചു വിറ്റ് ഇവൻ എത്രമാത്രം കാശാ ഉണ്ടാക്കുന്നതെന്ന് അറിയാവോ? 10-12 കൊല്ലം ജയിലിൽ കിടന്ന് തിരിച്ചു വന്നതിന് ശേഷം ഈ പഹയന്റെ പ്രധാന ബിസിനസ് ഇത് തന്നെ. അടി വാങ്ങാൻ ചണ്ടയും പണം വാങ്ങാൻ മാരാരും. ഏതായാലും ഇത്തവണ ഇവനെ നമുക്കൊരു പാഠം പഠിപ്പിച്ചിട്ട് വിടാം. വാ. അല്ല ആരിത്? വരണം വരണം, ഇരിക്കണം. ഇതേതെന്നാ പുതിയ സാധനം? കാപ്പിരി ജോസഫില്ലേ, അവൻ തൃശ്ശൂനാപ്പള്ളിയിൽ നിന്ന് കടത്തിക്കൊണ്ട് വന്നതാ. അപ്പൊ കോള് തന്നെയെന്ന് പറ. അതിരിക്കട്ടെ, സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? കുറച്ച് ദിവസമായി പരിപാടികളൊന്നും ശരിക്കും നടക്കുന്നില്ല. ഉടനെ എന്തെങ്കിലും ശരിപ്പെടാതെ വരില്ല. പക്ഷേ തൽക്കാലം നിങ്ങൾക്ക് കുറച്ച് പണം കടമായിട്ട് വേണം. അയ്യോ, പണത്തിന്റെ കാര്യം വളരെ കഷ്ടം. അണ്ണാ, കൂടുതൽ വില തരാമെന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ അണ്ണനല്ലാതെ മറ്റാർക്കും മുതൽ വെച്ചിട്ടില്ല. കക്കാറുണ്ടെങ്കിലും വിശ്വാസവഞ്ചന ഞങ്ങൾ ചെയ്യാറില്ല. അതുകൊണ്ടല്ല മക്കളെ, പണം ഇപ്പോ ഇവിടെ ഉണ്ടാവുമോ എന്നാ സംശയം. 2 ദിവസം കഴിഞ്ഞ് പണം തരാമെന്ന് അണ്ണൻ പറഞ്ഞപ്പോഴും ഞങ്ങൾ കട്ടുകൊണ്ട് വരുന്ന ഉരുപ്പടി ഇവിടെ വെച്ച് പോയിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ട് തന്നെ നല്ല ലാഭം എടുക്കാൻ അണ്ണനെ സമ്മതിച്ചിട്ടുമുണ്ട്. ഈ മുതലാളി ചമയുന്നത് അണ്ണനെ മുതലാളിയാക്കിയ ഞങ്ങളോട് തന്നെ വേണം. ചുമ്മാ തിരിയടാ പിള്ളാരെ, ഞാനിതൊക്കെ കുറെ പയറ്റിട്ടുള്ളതാ. പിന്നെ അധികം സംസാരിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. 2 അറിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. ഞാനൊന്നും ഉണ്ടോന്ന് നോക്കട്ടെ. പണ്ടാരം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഇത്രയും മതി. തൽക്കാലം ഞങ്ങൾ ഇറങ്ങുന്നു. പടാ. മുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കുരുത്തം കെട്ടവന്മാർ, നശിച്ചുകൊണ്ട്.
രാജു, എന്ത് പറ്റിയടാ? വല്ല ആക്സിഡന്റോ? ഇല്ല. പിന്നെ പറയടാ, എന്ത് പറ്റി? രാജു, എനിക്ക് ഉടനെ രക്ഷപ്പെടണം. രക്ഷപ്പെടും? എന്തിന്? മറച്ചു വെക്കാതെ കാര്യം പറയടാ. എനിക്കൊരു അബദ്ധം പറ്റി. അബദ്ധമോ? അതെ, ഞാൻ ഒരാളെ കൊന്നു. കരുതിക്കുട്ടി അല്ല രാജു. കൊലപാതകം? അതെ, ഞാൻ ഉടനെ രക്ഷപ്പെട്ടേ പറ്റൂ. ഇല്ലെങ്കിൽ അടുത്ത നിമിഷം എന്നെ തേടി പോലീസ് ഇവിടെ വരും. ഇപ്പൊ കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. നിൽക്ക്, ഞാനും വരുന്നു. നീയോ? നീ എന്തിനെ? ജീവിക്കാനായാലും മരിക്കാനായാലും നമുക്ക് ഒരുമിച്ച് തന്നെ പോകാം. വാ, നടക്ക്. നടന്നു വലഞ്ഞു. വല്ല ലോഡ് വണ്ടിയും വന്നിരുന്നെങ്കിൽ അതേ വലിഞ്ഞു കയറി എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാമായിരുന്നു. നീ ഒന്ന് അടങ്ങേരി. ഏതെങ്കിലും ഒരു വണ്ടി വരാതിരിക്കും. അതിൽ പൊത്തിപ്പിടിച്ച് കയറി നമുക്ക് തടിയപ്പം. ഏതോ ഒരു വണ്ടിയുടെ ലൈറ്റ് കാണുന്നുണ്ട്, നോക്ക്. ഏതോ സിനിമാ കമ്പനിയുടെ വണ്ടിയാണെന്ന് തോന്നുന്നു. ആ, എന്ത് പുല്ലേലും ആവട്ടെ, ഇനി ഇവിടെ കുത്തിയിരിക്കുന്നതിന് അർത്ഥമില്ല. അങ്ങനെ നമ്മളെ കാണണ്ട, നമുക്കൊന്ന് മാറിക്കാം. സാർ അവരെ വിട്ടുവെച്ചാണ് ഈ അവിടത്തിനുള്ള കാരണം. ശിക്ഷിക്കാൻ മാത്രമല്ല, സാധിക്കുമെങ്കിൽ ഒരുത്തിന് നന്നാക്കാൻ ശ്രമിക്കുന്നത് കൂടിയാണ് പോലീസിന് കടമ എന്ന് വിശ്വാസമായിരുന്നു എനിക്ക്. നായുടെ വാലുമാരിയാണ് സാറേ യുവന്മാരുടെ മനസ്സ്. എത്ര നിവർത്താൻ നോക്കിയാലും വളഞ്ഞേ കിടക്കും. കൃഷ്ണനാരെ, എന്റെ കണക്കൊക്കെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ജീവിക്കാൻ വേണ്ടി കടം നടത്തുമെങ്കിലും സംസ്കാരവും വിദ്യാഭ്യാസമുള്ള കൊടുത്തൻ രാജു. പക്ഷേ പണത്തിനും പെണ്ണിനും വേണ്ടി എന്തും ചെയ്യാൻ മേടിക്കാത്ത ഒരു തെണ്ടിയാണ് എന്റെ കൂട്ടുകാരെന്ന് ഓർമ്മിക്കാൻ ഞാൻ മറന്നുപോയി. എല്ലാ സ്റ്റേഷനിലും വിവരം അറിയിച്ചില്ലേ?
നാളെ തന്നെ അവരെ ഫോട്ടോ സുഖമായിട്ട് എത്തിക്കാൻ ഏർപ്പെടുകയും. യെസ് സർ. ആ ഭൂമി ഇരുന്നതാണല്ലോ, എവിടെയെങ്കിലും വെച്ച് കയ്യിൽ പെടാതിരിക്കില്ല. தமிழரசு ப்ரொடியூசர் சொல்லியிருக்காரு காலையில 6 மணிக்கு பத்தேர்ல போய் சேரணும்னு. ஆனா தூக்கம் வந்து கண்ணு முழிக்க முடியல. வண்டிய இங்க ஒரு இடத்துல நிப்பாட்டி கொஞ்ச நேரம் தூங்கிட்டு உள்ள போலாம். അണ്ണോ സമയത്തിന് എത്തിയില്ലെങ്കിൽ സഞ്ജയ് യൂണിറ്റിന്റെ പേരാ മോശമെന്ന് പറഞ്ഞേക്കാം. ஓடா சோம்பேறி, தூக்கம் வந்தா என்னடா செய்ய முடியும்? தூங்கித்தான் ஆகணும். ശരി ശരി, അണ്ണന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. വണ്ടി വെച്ചുകൊണ്ടു വാ வா வா. നടക്കുന്ന സമയമായി മണവാട്ടി തുടുക്കുന്നു കുളിരുമായി. മണവാളനടുക്കുന്ന സമയമായി മണവാട്ടി തുടുക്കുന്നു കുളിരുമായി. കുളികൊണ്ട് മൂടും മേനിയാകെ മണമുള്ള തൈലം പൂശടി പെണ്ണെ, മണമുള്ള തൈലം പൂശടി പെണ്ണെ, മണമുള്ള തൈലം പൂശടി പെണ്ണെ. കുളിപ്പിച്ചാലോ കരകത്തിലിവാലെ നാം കുളിപ്പിച്ചാലോ, കരകത്തിലിവാലെ നാം കുളിപ്പിച്ചാലോ, കരകത്തിലിവാലെ നാം കുളിപ്പിച്ചാലോ. വളരടുക്കുന്ന സമയമായി മണവാട്ടി തുടുക്കുന്നു കുളിരുമായി. മണവാളനടുക്കുന്ന സമയമായി മണവാട്ടി തുടുക്കുന്നു കുളിരുമായി. കുളിർ കൊണ്ട് മൂടും മേനിയാകെ മണമുള്ള തൈലം പൂച്ചെടി പെണ്ണെ, മണമുള്ള തൈലം പൂച്ചെടി പെണ്ണെ, മണമുള്ള തൈലം പൂച്ചെടി പെണ്ണെ. കരകത്തിലിവാലെ നാം കുളിപ്പിച്ചാലോ, കരകത്തിലിവാലെ നാം കുളിപ്പിച്ചാലോ, കരകത്തിലിവാലെ നാം കുളിപ്പിച്ചാലോ, കരകത്തിലിവാലെ നാം കുളിപ്പിച്ചാലോ.
ആരാ ആരാത്? എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ ഇല്ല, നിന്നെ ഒന്നും ചെയ്യില്ല. ഞങ്ങൾ പറയുന്നതനുസരിച്ച് ഒരു കൊലക്കേസിൽ പ്രതികളായ ഞങ്ങളെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തൽക്കാലം കുറച്ചു ദിവസത്തേക്ക് ഞങ്ങൾക്കിവിടെ അഭയം തരണം. അകത്ത് നടക്കുന്നവരാ? അച്ഛനാണ്. മെല്ലെ സംസാരിക്കും. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും. ഇല്ല, അച്ഛൻ എഴുന്നേൽക്കാനോ ശബ്ദിക്കാനോ കഴിയില്ല. തളർവാദമാണ്. വേറെ ആരൊക്കെയാണ് ഇവിടെ താമസം? എനിക്ക് അച്ഛനും ഞാനും മാത്രമേ ഉള്ളൂ. ബന്ധുക്കളായിട്ട് ആരുമില്ലേ? ഒരമ്മാമനും മകനും ഉണ്ടായിരുന്നു. വളരെ കൊല്ലങ്ങളായി അവര് നാട് വിട്ടു പോയിട്ട് പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. എന്നാൽ വളരെ സൗകര്യം. നാട് വിട്ടുപോയ നിന്റെ അമ്മാവന്റെ മകൻ ഇതാ തിരിച്ചു വന്നിരിക്കുന്നു, ഞാനായിട്ട്. ഇന്നു മുതൽ ഞങ്ങൾ ഇവിടെ താമസിക്കാൻ പോവുകയാണ്. ആരെങ്കിലും ചോദിച്ചാൽ അമ്മാവന്റെ മകനും കൂട്ടുകാരനുമാണെന്നേ പറയാവൂ. മനസ്സിലായോ? മനസ്സിലായി. എങ്കിൽ അച്ഛനോട് എന്ന് പറ, ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന്. ഇല്ലെങ്കിൽ അച്ഛാ, നമ്മുടെ ഗോവിന്ദമ്മാന്റെ മോന. ഗിരിജേ, എന്താ ചേച്ചി? ആരാ മോളെ ഈ പുതിയ ആൾക്കാര്? നാട് വിട്ടുപോയ ഗോവിന്ദമ്മാന്റെ മകനും കൂട്ടുകാരനുമാ. ഇന്നലെ വന്നതേ ഉള്ളൂ. ആ, നിന്റെ അമ്മാവിന്റെ മകൻ ഇപ്പൊ വന്നത് ഏതായാലും നന്നായി മോളെ. ഈ രോഗിയായ അച്ഛനെയും വെച്ച് നീ എത്ര കാലമാ ഇങ്ങനെ കഷ്ടപ്പെടുക? ഒരു സഹായത്തിന് നിനക്ക് ആരെങ്കിലും വേണ്ടേ? നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അവരെ വിളിച്ചുണർത്തി ചായ തിളപ്പിച്ചു കൊടുമോളെ. ഞാൻ പോട്ടെ മോളെ, വല്ലാത്ത ക്ഷീണം. രാത്രി മുഴുവനും കല്യാണ വീട്ടിലായിരുന്നു. ഞാൻ വരട്ടെ. ഗിരിജേ, ഗിരിജേ, ആരോ വന്നിട്ടുണ്ട്. ഞങ്ങളോടുള്ള കാര്യം അയാളോട് പറയരുത്. ചെല്ല്. അച്ഛനെ ഒറ്റയ്ക്കാക്കി
മോക്ക് സുഹറാന്റെ നിക്കാഹിന് എങ്ങനെയാ വരാൻ പറ്റുക? അതുകൊണ്ടാ നമ്മൾ തന്നെ ഈ കല്യാണ കോളുമായിട്ട് വന്നേക്കണേ. മോൾ ഇതകത്ത് കൊണ്ടുപോയി വെക്കും. നിനക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു? അത് നല്ല കോളായി. അനക്ക് വേണ്ടി നമ്മളിത് ചുമന്നാല് ഞമ്മക്കൊരു ബുദ്ധിമുട്ടും ആവില്ല. ഞാൻ പോട്ടെ മോളെ. എന്തിനും ഏതിനും ഞമ്മളെ കണ്ണെത്തിയില്ലെങ്കിൽ ഒന്നും ഒരു മട്ടം പോലെ ആവില്ല. നമ്മൾ വന്നു പോയിന്ന് മോളച്ചോട് പറഞ്ഞേക്ക്. ശരി. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ശരി, ഞാത്തേക്ക് പോ. തങ്കമസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ ശനിയാഴ്ച വ്രതം, അല്ലാതെ വെള്ളിയാഴ്ച തിങ്കളാഴ്ച. അല്ല, ഇത് ആര്? നമ്മളെ ഗോപാലനോ? അല്ല, പ്രധാനമന്ത്രി ഗോപാലെ. ആളെ കളിയാക്ക. എന്താടോ ഗോപാല, അന്റെ കെട്ടിയൊക്കെ നൈറ്റ് ഡ്യൂട്ടി ഇല്ലേ? പിന്നെ അവളെ ഡ്യൂട്ടി എന്ന് പറഞ്ഞ ഒരു പെർമനന്റ് പോസ്റ്റ് അല്ലേ. ഞാൻ ബംഗ്ലാവിൽ ഡ്യൂട്ടിക്ക് ചെന്നില്ലെങ്കിൽ പിന്നെ ബംഗ്ലാവിന്റെ ബംഗ്ലാവാണ്. ഞാനല്ലേ ബംഗ്ലാവിന്റെ ഒരു ഡെമോക്രേഷൻ. നിങ്ങളെ മോളും മരനും പോയ മോദിക്ക. ഈ ഏത് ദുനിയാവിലാ പകയാ? ഓന് പോയിട്ട് ഒരാഴ്ചയായില്ലേ? ഞാൻ എങ്ങനെ അറിയാനാണ് മോദിക്ക? രാത്രിയിലാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി, പകല് മുഴുവൻ കിടന്നുറക്കോ. ഒരു ഇത്തിരി ഒഴിവ് കിട്ടിയിട്ട് വേണ്ടേ? പിന്നെ വിവരങ്ങളൊക്കെ ഞാനീ പറഞ്ഞിട്ടുണ്ടാവും. നമ്മളെ ഗിരിജന്റെ അമ്മാവന്റെ മോൻ വന്ന കാര്യമല്ലേ? അത് തന്നെ. അവള് പറയാതെ എവിടെ പോവാനാ? അവളല്ലേ കംപ്ലീറ്റ് അടിച്ച് പുറത്തിറക്കുന്നത് ന്യൂസേ. അല്ല മോദിക്ക് എങ്ങളങ്ങോട്ടാ? നമ്മക്കുള്ള ചരക്ക് ലാസ്റ്റ് ബസ്സിലാ വരിക. അത് എടുത്തോണ്ട് വരാൻ പോവാ. എന്റെ മൊയ്തീനിക്ക് അങ്ങ് സമ്മതിക്കണം. എത്ര ദൂരാണ് ദിവസം നിങ്ങൾക്ക് നടക്കാനുള്ളത്? എന്റെ ഗോപാല, എത്ര കാലായി ഈ കല്ലും മുള്ളും ചവിട്ടാൻ തുടങ്ങിച്ചു. നടത്തത്തിനുള്ള അവാർഡ് ഗവൺമെന്റ് കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും. ഞാൻ പോട്ടെ. ഇളനീർ പാപ്പാനെ എന്താ വിളിച്ച ആനക്കാരാണ്? ഞാൻ മോദിക്കിന്റെ മോനല്ലേ? അതെ. എടാ പാപ്പന്റെ ഒരു ഗുണവും നിനക്കില്ലല്ലോ. ഞാനിവിടെ എവിടെ കണ്ടിട്ടില്ലല്ലോ. എന്താണോ നിന്റെ പേര്? നസീർ. നസീറോ? മമ്മൂട്ടിയാണ്. എന്താണ് ആ മൊയന്തൊക്കെ? നസീർ ഞാൻ അറിയില്ല. എന്റെ പേരോ? അടുത്ത ടെന്റ് പോയി നോക്ക്. അവിടെ ഉണ്ട് ആഴിഭാവി 41 വെള്ളമരം കളിക്കാം. 41ാമത്തെ കളനാണ് നസീർ. സിനിമാക്കാർക്ക് മാത്രമേ ആ പേരുള്ളൂ. മൂപ്പരെന്താ വെളുത്തലായിട്ടാ? എന്റെ ബാപ്പായിട്ട് പേരാ നസീർ. നിന്റെ ബാപ്പിട്ട പേരാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, വിരോധമില്ല. പക്ഷെ പട്ടിയൊക്കെ പേരിടുന്നില്ലേ? ടിപ്പു സുൽത്താൻ, കൈസർ എന്നൊക്കെ. അനക്കാരാ? എന്താ വേണ്ടത്? അച്ഛൻ വെള്ളം ചോദിച്ചു, അപ്പൊ കൊടുത്തു മാത്രം. ഇത്രയും വിവരമാണ് മുതലാളി കിട്ടിയത്. അങ്ങനെ വരാൻ ന്യായമില്ല. ഇങ്ങനെ ഒരു അമ്മാവനെയും മകനെയും കുറിച്ച് കേട്ടറിവില്ലല്ലോ. ഞാൻ അന്വേഷിച്ചതാ മുതലാളി. 10-15 കൊല്ലം മുമ്പേ നാട് വിട്ടു പോയതാണെന്നാ എല്ലാരും പറയുന്നത്. എളുപ്പം കാര്യം സാധിക്കാമെന്ന് കരുതിയപ്പോ തടസ്സം കൂടുകയാണ്. പോകുന്ന വഴിക്ക് മരം വീണാലും ആനയെ കൊണ്ട് തട്ടി നീക്കാറില്ലേ മുതലാളി? ആ തടസ്സം നീക്കാൻ ഞങ്ങൾ മതി. ഏതായാലും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വല്ലതും ചെയ്താൽ മതി. ചാക്കോ, ഓഫീസിൽ ചെന്നിട്ട് അക്കൗണ്ടിനോട് കൊണ്ട് വരാൻ പറയും. എന്തോ? ഗിരിജയുടെ അമ്മാവന്റെ മകൻ വന്നു എന്ന് പറയുന്നത് സത്യമാണോ? പച്ച വെള്ളം പോലെ സത്യമാണ് മുതലാളി. അവരെപ്പോഴാ തിരിച്ചു പോകുന്നത്? അതെങ്ങനെയാ മുതലാളി അവർ തിരിച്ചു പോകുന്നത്? അവർ ജോലി അന്വേഷിച്ച് വന്നല്ലേ. ഈട്ടിത്തടി പോലുള്ള 2 ചെറുപ്പക്കാര്. അതിനനുസരിച്ച് വണ്ണു, അതിനനുസരിച്ച് പൊക്കോ. ജാനകി പറഞ്ഞതാ. ഗോപാല, എന്തോ? നീ പോയി ആ ജാനകി വിളിച്ചോണ്ട് വാ. നൈറ്റ് ഡ്യൂട്ടിക്കാണോ മുതലാളി?
ഡ്യൂട്ടി ഒക്കെ ഇവിടെ വന്നിട്ട് നിശ്ചയിക്കാം. നീ പോയി വിളിക്ക്. ഓ, ഞാൻ വിളിച്ചോണ്ട് ഞാനീ വീട്ടിലല്ലേ. ഓ, ശവങ്ങള് കുടിക്കുന്ന കഞ്ഞിയിൽ മണ്ണ് വാരിയുടെ വരുന്നു. മുതലാളി, ഞാൻ പോയിട്ട് 2 മിനിറ്റ് വിളിച്ചോണ്ടേ മുതലാളി. ഇപ്പൊ വരാം. ഒരു കഷ്ടമില്ല മുതലാളി. ഇന്ന് വേണ്ട. എന്താണ് മുതലാളിന്റെ ചോറല്ല അവള് തിന്ന്, പിന്നെ അവൾ വിളിച്ച വരാണ്ടിരിക്കും. ഞാൻ എപ്പോ വിളിച്ചോണ്ട് വരാം. അവർക്കും പ്രയാസം കാണില്ലേ? എന്നാ പിന്നെ അടുത്ത ഷിഫ്റ്റിനാക്കല്ലേ. ഇവിടെ ഇരുന്നോടോ. ഇരിക്കൂ. ചേച്ചി, ചേച്ചി. റഹ്മാനോ? ബാപ്പ ഇതിവിടെ കൊണ്ട് തരാൻ പറഞ്ഞു. ഞാൻ പോട്ടെ. ശരി മോനെ. അവനാ കാക്കയുടെ മോനല്ലേ? അതെ. പെട്ടെന്ന് അകത്തേക്കൊന്നും കയറി വരുന്ന ടൈപ്പല്ലല്ലോ. അവൻ ഇന്ന് വരെ വീട്ടിനകത്തേക്ക് കയറിയിട്ടില്ല. ഏതായാലും നമ്മൾ സൂക്ഷിക്കണം. നീ അകത്തേക്ക് പോ. ഗോപാല, ഗോപാല. ഇതാര്? ചാക്കോച്ചനോ? എന്താ ഈ നേരത്ത്? ഗോപാലനില്ലേ? ആ മനുഷ്യൻ എപ്പോ വരും പോകുന്നൊക്കെ ആർക്കറിയാം. മൂക്കറ്റം കുടിച്ചിട്ടല്ലേ വന്ന് കേറുന്നത്. ഏതായാലും ഞാൻ കാത്തിരിക്കാം. കണ്ടിട്ടേ പോകുന്നുള്ളൂ. എന്റെ ചാക്കോച്ച, ആ മനുഷ്യൻ കേറി വരുമ്പോ ഒരു ബോധവും ഉണ്ടാവില്ല. അപ്പോ നമുക്കൊരവസരമായല്ലോ. എന്താ പറഞ്ഞത്? മുതലാളി 2 ദിവസമായി ടൗണിലാ. ഗോപാലൻ വരുമ്പോ ബോധവും ഉണ്ടാവില്ല. പിന്നെ ഞാനും ജാനകിയും. ഞാനും ജാനകിയും എനിക്കോർന്ന് അതിനെ പറ്റി വെള്ളം അങ്ങ് വാങ്ങി വെച്ചത്. അകത്ത് ചൂലിരിപ്പുണ്ട്. അതിനു മുമ്പേ മാനം വേണമെങ്കിൽ പൊയ്ക്കോ. ജാനകി പോരാ പറഞ്ഞു. വന്നിരിക്കുന്നു എഴുന്നള്ളിക്കൊണ്ട്. വിറക് തീർന്നു പോയല്ലോ. എവിടേക്കാ? വിറകില്ല. കുറച്ച് വിറക് കിട്ടുമോ നോക്കാൻ പോവാ. ആ വെട്ടത്തി എടുക്ക്. വിറകിന് ഞാൻ പോവാം. അയ്യോ, അത് ഒരു വിഷമവും പ്രയാസവും ഇല്ല. നേരെ ഇരുട്ടാൻ പോവുകയാണ്. ഗിരിയപ്പ പുറത്തേക്ക് ഇറങ്ങണ്ട. ഞാനിപ്പോ വരാം. ഗിരിജേ, ആരത്? പേടിക്കണ്ട, ഗോപാലേട്ടനാ. അല്ല, ഇതാര്? ഗോപാലേട്ടനോ? ആ ഗോപാലേട്ടൻ തന്നെ. അമ്മോന്റെ മോനാണല്ലേ? അച്ഛന്റെ പേരായ ആ കണ്ണ്, ആ മൂക്ക്. ഞാൻ അമ്മാവന്റെ മകന്റെ ഒരു കൂട്ടുകാരനാ, രാമു. അത് കണ്ടപ്പോഴേ തോന്നിയ കൂട്ടുകാരൻ തന്നെ. ഗോപാലേട്ടായിരിക്കും. ഞാൻ ഇപ്പൊ വരാം. ആ മോളകത്തേക്കല്ലേ? ഞങ്ങള് ആണുങ്ങൾ തമ്മിൽ ഇച്ചിരി സംസാരിക്കട്ടെ. രാമു അല്ലേ? മനസ്സിലായി. രാമു ഇങ്ങനെ വീട്ടിനകത്ത് തന്നെ അങ്ങനെ അടച്ചിരുന്നാൽ എങ്ങനെയാണ്? ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നടക്കണ്ടേ? അല്ല, ഇതുവരെ പോണോന്ന് തോന്നിയില്ല. അപ്പോഴേ എനിക്ക് നോഫാ ഒന്ന് ആഘോഷിക്കണമെന്ന് വിചാരിച്ചപ്പോഴാണ് പെമ്പറന്നൂത്തി അയലത്ത് വീട്ടിൽ പോയത്. അല്ല, അത്യാവശ്യം പെരുമാറുന്ന കൂട്ടത്തിലാണല്ലോ അല്ലേ? എന്ത് പട്ട കിട്ടുവോ? ഇത് എന്ത് ചോദ്യം? അത് കിട്ടുമോന്ന്? കാശുണ്ടോ? അതൊക്കെ ദീർഘിക്കാന്ന്. വാ വാ ഗിരിജേ, മോളെ. ഞാൻ ഗോപാലേട്ടന്റെ കൂടെ ഒന്ന് പുറത്തിറങ്ങിട്ട് വരാം. രാമു, വേഗം വാ, വാ. ഇപ്പൊ വരാ. ഗിരിജേ, ഗിരിജേ. രാമു എവിടെ? ഗോപാലേട്ടന്റെ കൂടെ പുറത്തേക്ക് പോയി. ഈ ഗോപാലേട്ടൻ എങ്ങനെയാ? നല്ല മനുഷ്യനാ. ഒഴിവ് ദിവസങ്ങളിൽ കുറച്ച് കുടിക്കും. അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യ.
നിക്കണ അവിടെ. നീ കുടിച്ചിട്ടുണ്ടോ? ചോദിച്ചത് കേട്ടില്ലേ? നീ കുടിച്ചിട്ടുണ്ടോ എന്ന്? ഒരിത്തിരി. എടാ, മനുഷ്യനായ ഒരല്പം വിവേകബുദ്ധി വേണം. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊലപ്പുള്ളിയാണ് നീ. പ്രായമായ ഒരു പെണ്ണും എഴുന്നേൽക്കാനാവാത്ത അച്ഛനും മാത്രമുള്ള ഒരു വീട്ടിലാണ് നാം താമസിക്കുന്നത്. നാം നല്ലവരാണെന്ന ധാരണയിലാണ് ആ പെൺകുട്ടി നമുക്ക് അഭയം തന്നത്. ഇപ്പോൾ നീ വൃത്തികേടം കാണിച്ചുകൊണ്ടോട് വന്നാൽ എന്താണ് അതിനർത്ഥം? എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. അബദ്ധം. മദ്യമാണ് നിന്നെ ഒരു കൊലപാതകയാക്കി മാറ്റിയത്. അതേ മദ്യം തന്നെ നിന്നെ പോലീസിനും കാണിച്ചു കൊടുക്കും. രാജു, ഇനി ഇത് ആവർത്തിക്കരുത്. ഇനി ഒരിക്കൽ കൂടി നീ മദ്യപിച്ച് ഈ വീട്ടിൽ കയറി വന്നാൽ അന്നായിരിക്കും നമുക്ക് പിരിയേണ്ടി വരിക. ഇല്ല, ഇനി ഇങ്ങനെ സംഭവിക്കില്ല. കാലിടറാതെ വേണം അകത്തേക്ക് പോവാൻ. ആ പെണ്ണിനൊരു സംശയം തോന്നിക്കൂടാ. വാ. രാമൂട്ടിന് ചോറെടുത്ത് വെക്കട്ടെ? വേണ്ട, രാമന് നല്ല സുഖമില്ല. എന്തു പറ്റി? ഒന്നുമില്ല, ഒരു ചെറിയ തലകറക്കം പോലെ. നീ പോയിക്കോ, ഞാൻ ഇവനെ കിടത്തട്ടെ. അച്ഛാ, ചായ. രാജേട്ടാ, നീ എങ്ങോട്ടാ? ഞാൻ ജാനകി ചേച്ചിയുടെ വീട് വരെ പോയിട്ട് വരാം. ശരി. വണ്ടി നിർത്ത. അങ്ങോട്ട് നോക്കി. തളർവാദം പിടിപെട്ടതിന് ശേഷം വലിയ കഷ്ടമായിരുന്നു. ജാനകി ചേച്ചിയുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ മുതലാളിയുടെ വീട്ടിൽ ജോലിക്ക് പോയത്. പേടിക്കണ്ട, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ. സുഖമില്ലാതെ കിടക്കുന്ന നിന്റെ അച്ഛനെ സഹായിക്കാൻ ആരുമില്ലല്ലോ. ഇനി മുതൽ നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അന്വേഷിക്കും. എന്റെ ഒരേ ഒരു ആഗ്രഹം സാധിച്ചു. എന്തൊരു ശക്തി!
എന്നെപ്പോലെ പാവപ്പെട്ട ഏതൊരു പെൺകുട്ടിയും അയാളുടെ വാക്കുകളിൽ വീണു പോകുമായിരുന്നു. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി എന്റെ മനസ്സും ശരീരവും സൂക്ഷിക്കണമായിരുന്നു. ഗോപിയേട്ടൻ അച്ഛന്റെ കൂട്ടുകാരന്റെ മകനാ. അച്ഛൻ ആഗ്രഹിച്ച പോലെ തന്നെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടമായി. ഇടയ്ക്കിടെ അച്ഛനും എന്നെയും കാണാൻ വേണ്ടി ഗോപിയേട്ടൻ ഇവിടെ വരും. വന്നാലും ഗോപിക്ക് തെറ്റിദ്ധാരണയൊന്നും ഉണ്ടാവില്ലല്ലോ. ജോലി തേടി വന്ന അമ്മാവന്റെ മകനും കൂട്ടുകാരനാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നെ നല്ലോണം മനസ്സിലാക്കിയ ഗോപിയേട്ടൻ തെറ്റിദ്ധരിക്കുന്ന പ്രശ്നമേ ഇല്ല. പക്ഷേ എന്താ? രാജുവേട്ടനോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എന്തായാലും പറയൂ. ഗോപിയേട്ടൻ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആണ്. ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഈ വഴിക്ക് വരാറുണ്ട്. എപ്പോഴാണ് അങ്ങോട്ട് വരാറ്? രാത്രി മാത്രമേ വരാറുള്ളൂ. ആനയുടെ കാര്യമല്ല ചോദിച്ചത്, ഗോപിയുടെ കാര്യമാണ്. എപ്പോ വരുമെന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ നിങ്ങളെ കണ്ട് മനസ്സിലായാലോ എന്ന് പേടിച്ചാണ് ഞാൻ പറഞ്ഞത്. വന്നാൽ തന്നെ കണ്ണിൽ പെടാതിരിക്കാൻ 1-2 ദിവസത്തേക്ക് മാറിയാ മതി. ആനയെ വരട്ടി ഓടിക്കുക. രാമു ഇറങ്ങിയോ? ഓ, നല്ല ഉറക്കമാണ്. കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരും. ഉം. അത് നമ്മുടെ ഗ്രാമസേവികയാ, അമ്പിയ. പുതുതായി വന്നതാ. പവന്മാർക്ക് പോലത്തെ പെണ്ണ്. മുതലാളി ഭാഗ്യവാന. കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളാരൊക്കെ മുതലാളിയുടെ കണ്ണുവെട്ടത്തല്ലേ വന്ന് പെടുന്നത്. പഞ്ചായത്ത് ഓഫീസിനടുത്തുള്ള ക്വാർട്ടേഴ്സിലാ. ഗ്രാമസേവികയാവുമ്പോ കൂട്ടത്തിൽ നമ്മളെ ഒന്ന് സേവിക്കില്ല. അത് പിന്നെ പറയാനുണ്ടോ മുതലാളി? ഗിരിജേ, ഗിരിജേ, അയ്യോ, ഗോപിയേട്ടൻ. രാജേട്ടാ, രാജേട്ടാ. എന്താ ഗിരിജേ? ഗോപിയേട്ടൻ വന്നിട്ടുണ്ട്. വേഗം പോണം രാജേട്ടാ. ശബ്ദം ഉണ്ടാക്കല്ലേ, വേഗം വാ. ഗിരിജേ, ഗോപിയേട്ടനോ? നേരെ ഉച്ചയായിട്ട് എഴുന്നേൽക്കറായി. അമ്മാവന് സുഖം തന്നെയല്ലേ? വരൂ ഗോപിയേട്ട, ഡ്രസ് മാറണ്ടേ? നിന്റെ അമ്മാവന്റെ മകനും കൂട്ടുകാരും വന്നുവെന്ന് മൊയ്തിക്ക പറഞ്ഞു. അവരെവിടെ? അവര് ജോലി തേടി പോയിരിക്കാ. 2 ദിവസം കഴിഞ്ഞേ വരൂ. ആ, അത് ശരി. വേണ്ട ഗോപിയേട്ട. ഇത്രയും ദിവസം ശ്വാസം മുട്ടുകയാണ്. നിന്നെ കെട്ടിപ്പിടിക്കും. വേണ്ട, ശബ്ദം കേട്ട അച്ഛൻ വിളിക്കും. ആ, പിന്നെ അച്ഛനറിയാത്ത കാര്യമാണത്. കൊതിയൻ. അതെ, ഇന്നെന്താ പ്രത്യേകിച്ചൊരു അമ്പല പ്രദർശനം? ഗോപിയേട്ടനെ അറിയില്ലേ? ഇന്ന് ഗോപിയേട്ടന്റെ പിറന്നാളാ. ആ, അതെയോ? ഞാൻ ഓർത്തയില്ല. അല്ലേലും ഗോപിയേട്ടൻ ഇങ്ങനെ ഒന്നും ഓർമ്മയുണ്ടാവില്ല. ഞാൻ ഓർത്തില്ലെങ്കിലും എന്നെ കുറിച്ചുള്ളതെല്ലാം ഓർക്കാൻ നീ ഉണ്ടല്ലോ പെണ്ണെ. എന്നെ സൂക്ഷിക്കാൻ നിന്നെപ്പോലൊരു പെണ്ണിനെ കിട്ടിയത് എന്റെ ഭാഗ്യം. ശോ, ഈ ഗോപിയേട്ടൻ ആരെങ്കിലും കാണുന്ന ഒരു വിചാരമില്ല. പോവാം ഗോപിയേട്ട,
വീട്ടിലച്ഛനെ ഒറ്റയ്ക്കല്ലേ? ഇന്ന് ഏതായാലും നമ്മൾ ഗോവയിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കും. എത്ര ദിവസം ഈ മരച്ചോട് പോയി കഴിയേണ്ടി വരും? 2 ദിവസത്തിനകം ഗോപി തിരിച്ചു പോകും. അതുവരെ അനുഭവിക്കാതെ തരവില്ലല്ലോ. ഉറങ്ങാം, വാ കിടക്ക്. കാട്ടുമൃഗങ്ങളുടെ ശല്യം കൂടുതലുള്ള സ്ഥലമാണ്. വല്ല ആനയോ മറ്റോ വന്നാൽ അറിയ പോലുമില്ല. ഏതായാലും ക്ഷീണം തീർക്കാൻ നമുക്കൊന്ന് കിടക്കാം. സിന്ദൂര സന്ധ്യയിലാറാടി നിൽക്കും സുവർണ സാഗര തീരം. 1000 കോമൽ സ്മൃതികൾ അണിഞ്ഞൊരുങ്ങുന്ന ഹൃദയം, ഈ ഹൃദയം. സിന്ദൂര സന്ധ്യയിലാറാടി നിൽക്കും സുവർണ സാഗര തീരം. സിന്ദൂര സന്ധ്യയിലാറാടി നിൽക്കും സുവർണ സാഗര തീരം. പാലതൻ പൂവണി നിഴലിൽ 7 നിലമാളിക പണിയും. 7 പാലതൻ പൂവണി നിഴലിൽ 7 നിലമാളിക പണിയും. സന്ധ്യയിലാറാടി നിൽക്കും സുവർണ സാഗര തീരം. ജന്മാന്തരങ്ങളിൽ ജീവിതവനിയിൽ പുണ്യം നുകരുവോ നമ്മൾ. ജന്മാന്തരങ്ങളിൽ ജീവിതവനിയിൽ പുണ്യം നുകരുവോ നമ്മൾ. സിന്ദൂര സന്ധ്യയിലാറാടി നിൽക്കും സുവർണ സാഗര തീരം. 1000 കോമൽ സ്മൃതികൾ അണിഞ്ഞൊരുങ്ങുന്ന ഹൃദയം, ഈ ഹൃദയം. സിന്ദൂര സന്ധ്യയിലാറാടി നിൽക്കും സുവർണ സാഗര തീരം.
എന്തായി? കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കുന്ന കാര്യമല്ലേ? അത് ഞാൻ മറന്നിട്ടില്ല. ഇക്കാര്യം ഞാൻ രാജുവേട്ടനോട് പറഞ്ഞിരിക്കുക. ഈ രാജുവേട്ടൻ എങ്ങനെയാ? രാജുവേട്ടൻ നല്ല മനുഷ്യനാ. ഇവിടെ ഉള്ളത് തന്നെ ഒരു സമാധാനമാണ്. എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. സത്യത്തിൽ ദൈവത്തിന്റെ ഒരു അവതാരമാണ് രാജുവേട്ടൻ. നമ്മുടെ ജാനി ചേച്ചിയല്ല വരുന്നത്. എന്താ ഗിരിജെ, നീ പുറത്തൊന്നും പോകാറില്ലല്ലോ, ഇന്നെന്ത് പറ്റി? അച്ഛന് മരുന്ന് വാങ്ങിക്കണമായിരുന്നു, അതുകൊണ്ടാ. ഇവൾ എന്നോട് ഒരു വാക്ക് പറഞ്ഞു, എന്താവശ്യം ഉണ്ടെങ്കിലും ഈ ജാനകി ചെയ്തു കൊടുക്കൂലേ. ബാല്യക്കാരത്തി പെൺകുട്ടിയെ ആശുപത്രിയിൽ ക്യൂല് നിർത്തിയിട്ട് 2 തടിമാടന്മാർ ഊണ് കഴിച്ചു കിടക്കുന്നു. അയ്യോ ചേച്ചി, അവര് ജോലി അന്വേഷിച്ചു പോയതാണ്. നീ ഒന്നും മിണ്ടായിരിക്കരുത് ഗിരിജെ. ജോലി അന്വേഷിച്ചു പോകുന്നു. രാജുവാണ് പറഞ്ഞതെങ്കിൽ വിശ്വസിക്കാം. ആ രാമു ഇല്ലേ ചേച്ചി? ആ, ഞാനൊന്നും പറയുന്നില്ല. മോളെ അംബികെ, ഗിരിജയുടെ കൂടെ വീട് വരെ ഒന്ന് പോ. ഇന്ന് ചാരായും കോഴിയും വേണമെന്നാ ഗോപാലേട്ടൻ പറഞ്ഞത്. ചാരായം അങ്ങേരുടെ വയറ്റിലുണ്ടാവും. ഞാൻ ഈ കോഴികളെ ഒന്ന് ശരിയാക്കി കൊടുക്കട്ടെ. അയ്യോ ചേച്ചി, 2 കോഴിയോ? അരക്കോഴി ഗോപാലേട്ടന്, പിന്നൊരു 1.5 കോഴിയെങ്കിലും എനിക്ക് വേണ്ടേ മക്കളെ? എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ പോട്ടെ. നീ ആദ്യം ഇത് നിന്നെ തല്ലുന്ന എന്റെ കൈകിട്ടയോ? നീ എന്നെ തല്ലണമടാ. കാരണം ഒരിക്കൽ നിനക്കൊരു ജീവൻ നൽകാനാണ് ഞാൻ. എന്നോട് നീ ഇത് ചെയ്തേ മതിയോ? എന്നോടാണ് നീ തെറ്റ് ചെയ്യുമെങ്കിൽ ഞാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ സ്വന്തം നിലപോലും മറന്ന് നമുക്ക് അഭയം എന്നൊരു നല്ല പെൺകുട്ടിയോട് നീ കാണിച്ച വൃത്തികരെ എനിക്ക് സഹിക്കാനാവില്ല. അവൾ എന്റെ പെങ്ങളൊന്നുമല്ലല്ലോ. അതേടാ, അവൾ എന്റെ പെങ്ങളാണ്. സ്വന്തം പെങ്ങൾക്ക് പോലും തോന്നാത്ത സ്നേഹമാണ് അവൾ നമ്മളോട് കാണിച്ചത്. രക്തത്തിന് കാന്തത്തിന്റെ ആകർഷണ ശക്തിയൊന്നുമില്ലടാ, സാഹചര്യങ്ങളാണ് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്. അവൾ ഇന്ന് എന്റെ പെങ്ങളാണ്.
അവളുടെ നിഴലിനെ പോലും ചവിട്ടി കടന്നു പോകാൻ ശ്രമിച്ചാൽ ഈ രാജുവിനെ വിടില്ലെന്ന് ഓർമ്മിച്ചു. നിർത്താം എന്റെ പ്രസംഗം. ഒത്തിയവനെ തിരിച്ചു കൊത്താതെ ഈ രാമ ഉറങ്ങാറില്ലെന്ന് നിനക്കറിയാമല്ലോ. നിന്റെ ഈ കളി തീക്കളിയാണെന്ന് ഓർമ്മിച്ചോ. ഇപ്പൊ ഞാൻ പോകുന്നു. വിളിച്ചാ പോവല്ലേ നിവർത്തിയുള്ളൂ മോളെ. ഇനി അതോർത്ത് കരഞ്ഞിട്ട് എന്താ കാര്യം? ആ ഗോപി ഒന്ന് വിവരം അറിയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറെ കൂടെ ആശ്വാസമായിരുന്നു. ഏതായാലും ഒരാണായിട്ടൊരാളുണ്ടല്ലോ. ജാനകി, നീ ഇന്ന് കൂട്ടിനിവിടെ കിടന്നോ? ഞാൻ എപ്പോഴേ തീർച്ചപ്പെടുത്തിയതാ ഇന്ന് രാത്രി ഇവൾക്ക് ഇവിടെ കൂട്ടുകിടക്കണമെന്ന്. എനിക്ക് ഈ ഡ്യൂട്ടിക്ക് സമയം. ഞാൻ പോട്ടെ മോളെ. നോക്ക്, എന്റെ ചില്ലറ വല്ലതും ഉണ്ടോ? അതിനെന്റെ കയ്യിൽ ചില്ലറയൊന്നും ഇല്ലെന്ന്. ഒന്ന് വെറുതെ പറയൂ. അതിനെന്റെ കയ്യിൽ ചില്ലറയൊന്നും ഇല്ലാന്ന്. ഇല്ലെങ്കിൽ വേണ്ട, ഞാനിവിടെ കരയിക്കോളാം. മോളെ പോട്ടെ. ആ എന്താ രാമു ഒരു ഉന്മേഷക്കുറവ്? ഒന്നുമില്ല. എന്നാലും എന്തോ ഒരു വിഷമമുള്ള പോലെ തോന്നുന്നു. ഇവിടെ വന്ന് ഇത്രയും കാലമായിട്ട് ഒരു ജോലി ഏർപ്പെട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോ ഒരു വിഷമം. ജോലി കിട്ടാത്ത വിഷമോ? രാമുവിന് എത്ര ജോലി വേണം? മുതലാളിയെ കണ്ട് ഒരു വാക്ക് പറഞ്ഞാ മതി. മുതലാളിയെ ഞാൻ പരിചയപ്പെടുത്തി തരാം. വാ, അതിനു മുമ്പ് നമുക്ക് ആ ഷാപ്പ് വരെ ഒന്ന് പോയി. അയ്യോ, എന്റെ കയ്യിൽ കാശ്. കാശോ? അതൊരു പ്രശ്നമല്ല. രാമുവിന് കാശ് എത്ര വേണം? ഞാൻ തരാം. വന്നേ. ആ നാരായണനാര് ജീവിച്ചിരുന്നപ്പോ വാർദ്ധക്യ പെൻഷനും ഇല്ല, ഒരു കൊടച്ചക്രവും ഇല്ല. മരിച്ചു മണ്ണായപ്പോതേ വന്നിരിക്കുന്ന പെൻഷൻ. ഈ സർക്കാരിന് കണ്ണുമില്ല മൂക്കുമില്ല. എടി ജാനു, ഞാനിങ്ങനെ ആലോചിക്കുക, നമുക്കും വേണ്ടടി ഒരു പെൻഷൻ. ഏത് വക പെൻഷൻ? വയസ്സന്മാർക്ക് പെൻഷൻ, കണ്ണോട്ടന്മാർക്ക് പെൻഷൻ, പണിയില്ലാത്തവന് പെൻഷൻ. ഓപ്പറേഷൻ ചെയ്താൽ സാരിയും ബക്കറ്റും കാശും. നമ്മുടെ സർക്കാർ പറയുന്നത് എന്താണെന്നറിയും? എനിക്കറിയണ്ട. അറിയണം. നാം രണ്ട്, നമുക്ക് രണ്ട്. നമുക്ക് ഒന്ന് പോയിട്ട് ഒരര കുട്ടികളുണ്ട്. കുടുംബാസൂത്രണം എന്ന് പറഞ്ഞ് യുവന്മാർ എത്ര കാശാ വാരിക്കോരി കൊടുക്കുന്നത്? ഒരാസൂത്രണം ഇല്ലാതെ നമ്മൾ സർക്കാരിനെ സഹായിക്കല്ലേ? അപ്പൊ പെൻഷൻ നമുക്ക് കിട്ടണം. ഒന്ന് മിണ്ടാതിരിക്കും മനുഷ്യ. ആദ്യരാത്രിക്കാ പിച്ചും പേയും പറയുന്നത്. എനിക്ക് അടങ്ങി കിടക്കാനാവില്ല. ഇതൊരു തരം അവഗണനയല്ലേ? ഈ രാജ്യത്തെ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് നയിക്കുന്ന നിന്നെപ്പോലുള്ള മച്ചികൾക്ക് വേണ്ടി ഞാൻ മരിക്കാൻ വരെ തയ്യാറാണടി. കിടത്തി പൊറപ്പിക്കില്ലെന്നാ തോന്നുന്നത്. ഇതിനു വേണ്ടി നമുക്കൊരു അവകാശ സമരം നടത്തണം. അതിനുവേണ്ടി നമുക്കൊരു സംഘടന ഉണ്ടാക്കണം. മത്സ്യത്തൊഴിലാളി സംഘടന. നീ കുറെ തടിയും വണ്ണമൊക്കെ ഉള്ളതല്ലേ? അപ്പൊ നീ പ്രസിഡന്റ്, സെക്രട്ടറിയും ഖജാൻജിയും ഞാൻ. എന്നാ പിന്നെ ഗജാന്റിക്ക് കള്ളി ഷാപ്പിൽ സൗകര്യമായല്ലോ. ആ യൂണിയനൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കാം. നമുക്ക് കിടന്ന് ഉറങ്ങാം. നീയേ ഉറങ്ങ. എന്താണ്? കൊഞ്ചുന്നു പെണ്ണ്, കൊഞ്ചുന്നു. നീ വിളക്ക് കിടത്ത്, വിളക്ക് കിടത്ത്. എന്താണ് വിളക്കാണ്? അങ്ങനെ ഇപ്പൊ വിളക്ക് എടുത്തണ്ട. മാറിക്കേ. കണ്ടോ, ഇത് കണ്ടോ? ഇവളെന്റെ ഭാര്യ. ഞാൻ പറഞ്ഞ അനുസരിക്കില്ല, എന്നോട് മാറിക്കിടക്കാൻ. നിങ്ങളെ ഭാര്യ ഇത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കോ? സഹിക്കോ? വിളക്കറിയുന്നില്ല. രണ്ടു മൂന്ന് ദിവസം ഞാൻ കൂടെ താമസിപ്പിച്ചു. മുതലാളിയുടെ സൗകര്യം നോക്കിയിട്ട് കൊണ്ടുവരാമെന്ന് കരുതി. രാമുവിന് ആവശ്യം ഒരു ജോലിയാണ് അല്ലേ? അതേ മുതലാളി. രാമുവിനെ നമ്മുടെ ഭാഗത്ത് നിർത്തിയാൽ മറ്റേ കാര്യത്തിന് ഒരു എളുപ്പം ഉണ്ടാവും. നീ പോയി അതിനിങ്ങോട്ടായി. ശരി മുതലാളി. രാമു അല്ലേ? അതെ. ചാക്കോ പറഞ്ഞു. ഞാൻ അല്പം തിരക്കിലായിരുന്നു.
ആ നിന്റെ കൂട്ടുകാരൻ എടുത്തിട്ടുണ്ടല്ലോ, അവനെവിടെ? അവനാ ഗിരിജയുടെ വീട്ടിലുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. എന്ത് പറ്റി? മുതലാളിക്ക് അറിയാമോ, അവൻ ഗിരിജയുടെ അമ്മാവന്റെ വേണമെന്നല്ല. അതേ മുതലാളി, പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊലപ്പുള്ളിയാണ് അവൻ. ഓഹോ, അങ്ങനെയോ? അവനെ പോലീസിലേൽപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വേണ്ട മുതലാളി, രാജുവിനെ പോലീസ് പിടിച്ചാൽ ഞാനും കൊടുക്കും. മാത്രമല്ല, എനിക്ക് അവനോട് നേരിട്ട് പ്രതികാരം ചോദിക്കണം. എന്റെ നേരെ ഉയർന്ന കൈ എനിക്ക് തന്നെ വെട്ടിയറിയണം. അതിന് മുതലാളി എന്നെ സഹായിക്കണം. നിനക്കെന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു. തൽക്കാലം ഈ രഹസ്യങ്ങളൊന്നും ആരും അറിയണ്ട. നമുക്ക് നേടാനുള്ളത് നേടിക്കഴിയുന്നവരെ നിന്റെ താമസ സൗകര്യം ചാക്ക ഏർപ്പെടുത്തും. ശരി? ശരി മുതലാളി. ഗോപേട്ടനോ? പെണ്ണായി ക്ഷീണിച്ചു പോയല്ലോ. ഗോപേട്ടന് തോന്നുന്നതാ. ആ, വെറുതെ ഇരുന്ന് സ്വപ്നം കാണുകയല്ലേ ജോലി, പിന്നെങ്ങനെ ക്ഷീണിക്കാതിരിക്കും? ബസ്സിലിരുന്ന് ആകെ വേർത്ത് നാറിയിട്ടുണ്ട്. എനിക്കൊന്ന് കുളിക്കണം. കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കാം. ഗോപേട്ടൻ കുളിമുറിയിലേക്ക് ചെന്നോളൂ, വെള്ളം അവിടെ ഉണ്ട്. ആ, നീ ആ സോപ്പും തോർത്തിങ്ങെടുക്ക്. കുളിച്ചിട്ട് വരാം. രാജുട്ടാ, രാജുട്ടാ, എന്താ ഗിരിജ? ഗോപേട്ടൻ വന്നിട്ടുണ്ട്. കുളിക്കുക. രാജുട്ടൻ ഗിരിജ ഭയപ്പെടുന്നു. ഞാനിപ്പോ വീട്ടിലേക്ക് വരുന്നില്ല. നീ പോയിച്ചോ. ഈ ഗോപേട്ടന്റെ ഒരു സിഗരറ്റ് വലി ഇതൊന്ന് നിർത്തിക്കൂടെ? ഊണ് കഴിച്ചതിന് ശേഷം ഒരു സിഗരറ്റ് വലിക്കുന്നതിന്റെ സുഖം നിനക്കറിഞ്ഞൂടാ. ഗോപേട്ടൻ പത്രം വായിക്കാറില്ലേ? പുകവലി കൂടിയ ക്യാൻസർ പിടിക്കും. നിനക്ക് അത്ര പേടിയാണെങ്കിൽ ഇതാ ഞാൻ ഈ നിമിഷം മുതൽ പുകവലി നിർത്താൻ പോവാ. വേണ്ട, ഇപ്പൊ വലിച്ചോളൂ. എനിക്ക് സിഗരറ്റിന്റെ മണം വലിയ ഇഷ്ടമാണ്. എനിക്കിഷ്ടം എന്താണെന്നറിയോ? നിന്റെ തലമുടിയിലെ ഈ കാച്ചെണ്ണയുടെ മണം. ഗോപേട്ടന്റെ ഇഷ്ടമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ആണോ? എങ്കിൽ നീ ഒന്നരയും മുണ്ടും ധരിച്ചു കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ആ, മോളകത്ത് പോയി ആ വേഷം ധരിച്ചേ. ഈ രാത്രിയിലോ? രാത്രിക്ക് എന്താ കുഴപ്പം? പോ. ഈ ഗോപേട്ടന് ഒരു ഭ്രാന്ത്. വേണ്ട ഗോപേട്ട, പേടിയാണ് ഗോപേട്ട. എന്നെ വിശ്വാസമില്ലെന്നിട്ടാണോ? ഗോപേട്ട, എനിക്ക് സൂക്കടുണ്ടോ? ഇതല്ലാതെ വേറെന്തെങ്കിലും സൂക്കടുള്ളതായിട്ട് രാജുവേട്ടൻ അറിയോ?
അല്ല, അറിയാത്തതുകൊണ്ട് ചോദിച്ചു പോയത്. ഇതുകൊണ്ടൊക്കെ എന്ത് നേടാനാണ്? ദൈവം പ്രസാദിക്കുമോന്നറിയാലോ. അതിന് ഈ കല്ലും മലയൊക്കെ ചവിട്ടി ഇവിടെ വരെ വരണം. ദൈവം പ്രസാദിച്ചു കിട്ടാൻ എത്ര മല ചവിട്ടാനും ഞാൻ തയ്യാറാണ്. അത് നല്ല കാര്യം. ഏതായാലും തന്റെ വിശ്വാസം തന്നെ രക്ഷിക്കട്ടെ. ആ ഒറ്റ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത് തന്നെ. ശരി, നല്ലത്. വീട്ടിലേക്ക് വരുന്നില്ലേ? ഇല്ല, ഞാൻ പിന്നെ വരാം. മോളെ. മൊയ്തീൻക്കോ? ഇരിക്കൂ. ഇല്ല മോളെ, ഇരിക്കാനൊന്നും നേരമില്ല. പോയിട്ട് ഒരുപാട് പണിയുണ്ട്. ആ മോൾ ഇത് വാങ്ങി അകത്തേക്ക് വെക്ക. എന്താ മൊയ്തീൻക്ക ഇത്? ഒന്നുമില്ല മോളെ, കുറച്ച് അരി സാമാനങ്ങൾ വാ. രാജുവിനാണെങ്കിൽ പണിയില്ല. കഷ്ടമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. വേണ്ടായിരുന്നു മൊയ്തീൻക്ക. അതെന്താ മോളെ, ഈയും സൊഹറയും ഞമ്മക്ക് വേറെയാ. ഈയാണ് ഞമ്മളെ മൂത്ത മോള്, പിന്നെ ആ സൊഹറ. അതുകൊണ്ടല്ല മൊയ്തീൻക്ക, പശു പ്രസവിച്ചു. പാല് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് ചെലവ് കഴിയും. ആ അതേതായാലും നന്നായി. ആ ഒരു കാര്യം മറന്നുപോയി, സൊഹറ വന്നിട്ടുണ്ട്. തരാൻ വേണ്ടിയാ. കടിഞ്ഞു പേരല്ലേ, അപ്പൊ ഞമ്മളെ കൂടി തന്നെ ആവണല്ലോ. സൊഹറ മോളെ കാണുന്നൊരു പൂതി പറഞ്ഞു. നേരം കിട്ടിയാ മോൾ അങ്ങോട്ട് വാ. വരായിക്ക, സുഹറയോട് പറഞ്ഞോളൂ. കണ്ടോ മുതലാളി, അവൻ ഇവിടെയും കയറി ഉറക്കൊണ്ടാക്കിയിരിക്കുക. ചാടി ചാടി ഏതുവരെ ചാടുമെന്ന് നോക്കാം. ചാടാൻ സമ്മതിക്കരുത് മുതലാളി. അതിനു മുമ്പ് കാല് വെട്ടിക്കളയണം. വരട്ടെ, സമയമുണ്ട്. അവനെ മറ്റേതെങ്കിലും വഴിക്ക് ആപ്പിലാക്കാൻ നോക്കാം. തെണ്ടികള്, കന്നമാർ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ ഇങ്ങനെയൊക്കെ വേണ്ടേ പത്രാസ് കാണിക്കാൻ? അമ്പിയെ, ആ രാജു നമ്മുടെ വഴിയിലെ പ്രധാന തടസ്സം. അവനെ ഈ നാട്ടിൽ നിന്ന് തുരത്തിയാൽ മാത്രമേ എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റൂ. അവനെ കൊന്ന് കൊക്കയിലെറിയാം മുതലാളി. വേണ്ട, രാമു ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അതുപോലെ ചെയ്താൽ അവനൊരു നിമിഷം അവിടെ നിൽക്കില്ല. എന്താ മുതലാളി? പറയാം. സുന്ദരിയായ ഒരു പെൺകുട്ടി തനിച്ച് താമസിക്കുന്ന വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ രാപ്പകൽ കഴിയുന്നു. അവിടെ എന്ത് സംഭവിക്കും? അതാണ് ഞാൻ പറയുന്നത്. രാജുവിൽ നിന്ന് ഗിരിജ ഗർഭം ധരിച്ചിരിക്കുന്നു. മുതലാളി പറയുന്നത് എന്ന് നാട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. അപ്പോ അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ഗോപി ഇതാണ്. വല്ലവന്റെയും ഗർഭമാണ് അവൾ ധരിച്ചിരിക്കുന്നത് അറിയുമ്പോൾ അവനെ അവൻ ഉപേക്ഷിക്കും. ആ കാര്യം ഞങ്ങൾ ഏറ്റു മുതലാളി. ശരി, വേണ്ട പോലെ ചെയ്യും. അവനിവിടുന്ന് ഓടിച്ചാൽ ഇതുപോലൊരു കുപ്പി സൗജന്യം. ഓക്കെ? ശരി. രാജു അറിഞ്ഞോ? എന്തോന്ന്? ആ രാമു മുതലാളിയുടെ ബംഗ്ലാവിലുണ്ട്. സത്യമാണോ? എന്റെ കെട്ടിയവും കണ്ടതാ. കണ്ട കാര്യം പുറത്തു പറയരുതെന്നും പറഞ്ഞു. ഏതായാലും രാമു നല്ലതിനല്ല അവിടെ ചെന്ന് കയറിയത്. മുതലാളിക്ക് ഇവിടെ പണ്ടേ ഒരു നോട്ടം ഉള്ളതാ. രാമു അത്ര നല്ലവനുമല്ല. രാമു രാജുവും തമ്മിൽ പിണങ്ങിയോ? പിണക്കമൊന്നുമില്ല, പക്ഷെ മുതലാളിയുടെ കയ്യിൽപ്പെട്ട ചീത്തയായി പോകും. നിങ്ങൾ രണ്ടുപേരും സൂക്ഷിക്കണം മക്കളെ. ഞാൻ പോട്ടെ. പോയി വിളിക്ക്. ശരി മുതലാളി. വീട്ടിൽ കൊണ്ടുപോയി വിടാമെന്ന് പറയും. വീട്ടിലേക്കാണല്ലേ? മുതലാളിയുടെ കാറാണ്, കേറിക്കോളൂ. വേണ്ട, നടന്നു പോയിക്കോളാം. മുതലാളി അറിയില്ലേ? ജോൺ തോമസ് മുതലാളി ഉപകാരം ചെയ്യുന്ന മനുഷ്യനാ. വേണ്ട, നടന്നു പോകുന്ന എനിക്കിഷ്ടം. കണ്ടോ മുതലാളി അവളുടെ ഒരു അഹങ്കാരം. അവൾ എന്തുകൊണ്ടാ കാറിൽ കയറാഞ്ഞെന്നറിയോ? അവൾ ആ രാജുവിനെ തേടി പോവാണ്. പക്ഷേ അവനെ ഞാൻ വെറുതെ വിടില്ല. മറ്റേ സംഭവം നാട്ടിൽ പാട്ടായിട്ടുണ്ട്. ഇനിയിപ്പോ ഇതുകൂടെ ചേർത്ത് നമുക്കൊരു കാച്ചു കാച്ചണം. അപ്പ റെഡിയാവും. ശരിയാ മുതലാളി. നമ്മുടെ ചൂണ്ടയെ കൊത്തിയില്ലെങ്കിലും വലയിലെങ്കിലും പെടാതെ ഇതുവരെ ഒന്നും രക്ഷപ്പെട്ടിട്ടില്ല. ആ നീ കയറി. ഞാൻ രാജേട്ടന് മനസ്സിൽ ഓർത്തതേ ഉള്ളൂ. എന്തോ പ്രത്യേകിച്ച്? ഒന്നുമില്ല. എനിക്ക് ട്രാൻസ്ഫർ ഓർഡർ വന്നു. പക്ഷേ ഞാൻ ഇവിടെ നിന്നിട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു.
അത്രയ്ക്ക് അങ്ങ് പിടിച്ചുപോയോ ഈ സ്ഥലം? ഈ സ്ഥലത്തേക്കാൾ എനിക്ക് പിടിച്ചത് രാജേട്ടനെയാണ്. നീ കരുതുന്നത് പോലെയല്ല ഞാൻ. എന്നെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല. ഞാൻ ആരാണ്? എനിക്കറിയാം രാജേട്ടൻ ആരാന്ന്. ആരാ? കള്ളൻ. രാജേട്ടൻ എന്താ കട്ടതെന്നറിയോ? എന്റെ മനസ്സ്. ഞങ്ങൾക്കിത് പണ്ടേ അറിയുന്നതാ. എന്നാലും നമ്മുടെ വായ കൊണ്ട് പറഞ്ഞു എന്നാവരുതല്ലോ. വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നു കേട്ടോ. എന്തോന്ന് പ്രയാസം? അവൻ അവിടെ തന്നെയല്ലേ രാവും പകലും പൊറുതി. ആണും പെണ്ണും ഒറ്റക്ക് കഴിഞ്ഞാൽ വെടിമരുന്നിന് തീ പിടിക്കുന്നത് പോലെയല്ലേ. ഏതായാലും ആ പോലീസുകാരന്റെ ഒരു കഷ്ടേ. കണ്ടവന്റെ കൊച്ചിനെ പേരണ്ട്. ഈ പെണ്ണുങ്ങളുടെ ഒരു കാര്യം ആരുടെ കാര്യമായി പറയുന്നേ? അറിയില്ലേ? നമ്മുടെ മരിച്ചുപോയ നാരായണ നാരുടെ മോൾ ഗിരിജ. അവള് തന്നെ. അവള് കിടന്ന് വിലസല്ലേ. എന്താണ്ടാ ഹിമാറിന്റെ മോനെ നീ പറഞ്ഞത്? നന്നായി മതി. ആ പാവം പെൺകുട്ടിനെ ജീവിക്കാൻ സമ്മതിക്കില്ല. അമുക്കള്. ഗിരിജേ, ഗിരിജേ, ജാനേ ചേച്ചി ഇരിക്കൂ. മോളിവിടെ ഇരിക്കേ. മോളോടൊരു കാര്യം പറയാനുണ്ട്. എന്താ ചേച്ചി? മോളോട് പറയുന്നതില് ജാനകി ചേച്ചിക്ക് വിഷമമുണ്ട്. എന്തായാലും ജാനകി ചേച്ചിക്ക് എന്നോട് പറഞ്ഞൂടെ? വേറെ ഒന്നുമല്ല മോളെ, നിന്നെയും രാജുവിനെയും പറ്റി നാട്ടുകാരൊക്കെ ഒന്ന് രണ്ട് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നാട്ടുകാർ നിന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്നാ തോന്നുന്നത്. രാജുവേട്ടൻ തെറ്റായി ഒന്നും നോക്കിയിട്ട് പോലുമില്ല. ഇല മുള്ളിൽ വീണാലും ഉള്ള ഇലയിൽ വീണാലും കേടലയ്ക്കാം മോളെ. രാജുവിനോട് ഇവിടെ നിന്ന് പോവാൻ പറയാനും പറ്റില്ല. അവനാണ് നിനക്കുള്ളൊരു തുണ. മോളൊരു കാര്യം ചെയ്യേ, ഗോപിയെ വിവരം അറിയിച്ച് ഈ കല്യാണം ഉടനെ നടത്താൻ നോക്ക്. ഞാൻ പോട്ടെ മോളെ. ആ, അമ്പിക ഒരു എഴുത്ത് തന്നു, രാജുവിനാണെന്ന്. ഞാൻ വരുന്നേ. വണ്ടി എടുത്ത്. അവൻ എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കണം. എനിക്കൊരു സംശയം. വാ, ഇറങ്ങ്, നോക്കിട്ട് വരാം. വാ. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്തിനായിരുന്നു കത്ത് കൊടുത്തത്? രാജുവേട്ടനെ ഒന്ന് കാണാൻ, ഒരു കാര്യം പറയാൻ. എന്താ വിശേഷിച്ച്? രാജുവേട്ടനെ എനിക്കിഷ്ടമാണ്. രാജുവേട്ടന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്നുണ്ട്, ഒരു കൂട്ടുകാരിയായി. അംബികയുടെ ആഗ്രഹം നടക്കും. കാരണം എന്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നു. കൂട്ടുകാരിയായി ഞാൻ വേണ്ടെന്നാണോ അതോ കൂട്ടുകാരിയെ വേണ്ടെന്നാണോ? എങ്ങനെ വേണമെങ്കിലും അംബികയ്ക്ക് തരും. അപ്പോ ഞാൻ കേട്ടതൊക്കെ ശരിയാണല്ലേ? കേട്ടത് ശരിയോ തെറ്റ്, പക്ഷെ ഒന്ന്, നമ്മുടെ വഴികൾ രണ്ടാണ്. അംബികയ്ക്ക് അംബികയുടെ വഴി, എനിക്ക് എന്റെ വഴി. നമുക്കിവിടെ വെച്ച് പിരിയും. എല്ലാം പറഞ്ഞു തീർത്ത് രാജുവേട്ടൻ പോവുകയാണല്ലേ? പക്ഷേ രാജുവേട്ടൻ ഒന്ന് ഓർക്കണം, രാജുവേട്ടൻ ഇല്ലാതൊരു ജീവിതം എനിക്കുണ്ടാവില്ല, തീർച്ച.
ചാക്കോ ചാക്കോ എന്താ മുതലാളി? ഇത് ഇവിടുന്ന് പെട്ടെന്ന് എടുത്ത് മാറ്റി. എന്താ എന്തു പറ്റി ഡോക്ടർ? പേടിക്കാനൊന്നുമില്ല, ഗർഭമാണ്. ഡോക്ടർ ഞാൻ വരട്ടെ. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി, ഞങ്ങൾ വരാം. ഗിരിജെ, ആരാണ് ഇതിന് ഉത്തരവാദി? ഞാൻ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സത്യം എന്തായാലും എന്നോട് തുറന്നു പറയൂ. ഒരു കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ എനിക്ക് മടിയുണ്ടായിട്ടില്ല. പക്ഷേ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ നശിപ്പിച്ചുവനെന്ന ചീത്തപ്പേര് കേൾക്കാൻ എന്നെ കൊണ്ടാവില്ല ഗിരിജെ. എന്നോട് പറയാവുന്നതാണ് സത്യമെന്നുണ്ടെങ്കിൽ പറയണം. ഇല്ലെങ്കിൽ ഇന്നത്തോടെ നിന്റെ രാജുവേട്ടൻ മരിച്ചുവെന്ന് കരുതിക്കൂ. ഞാൻ പറയും രാജേട്ട. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഗോപിയേട്ടനാണ്. രാജുവേട്ടനൊരു ചീത്തപ്പേര് വരാതിരിക്കാൻ ഞാനിത് ലോകത്തോട് വിളിച്ചു പറയാൻ തയ്യാറാണ്. പക്ഷേ ആരും വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. ആരെയും ബോധിപ്പിക്കാനല്ല ഗിരിജെ, എന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയാണ് സത്യം പറയാൻ ആവശ്യപ്പെട്ടത്. ഇനി നിന്നെ വിട്ടുപോകാൻ എനിക്കാവില്ല. രാജേട്ടൻ ഈ വീട് വിട്ട് പോയേ തീരൂ. ഗിരിജെ, നമ്മൾ രണ്ടുപേരുടെയും നന്മയ്ക്ക് അതാണ് നല്ലത്. ഈ വീട് വിട്ടു പോയാലും മറ്റുള്ളവരുടെ കണ്ണിപ്പെടാതെ രാജേട്ടൻ ഈ പരിസരത്തുണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഈ വീട് വിട്ടു പോയാൽ നിന്നെ മാത്രം ക്രൂശിക്കാനായിരിക്കും ആളുകളുടെ ശ്രമം. പക്ഷേ രാജേട്ടൻ ഇവിടെ ഉണ്ടായാൽ എന്റെ ജീവിതം തകരുന്നത് രാജേട്ടൻ നോക്കി കാണേണ്ടി വരും. ഞാൻ പറയുന്നു കേൾക്കൂ. രാജേട്ടൻ ഇപ്പോൾ തന്നെ പോണം. വല്ലപ്പോഴും ഈ അനുസത്തി എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കാൻ വന്നാൽ മാത്രം മതി. ഇല്ല, ഞാൻ പോവില്ല. പോയില്ലെങ്കിൽ രാജേട്ടന്റെ മുന്നിൽ വെച്ച് എന്റെയും എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെയും അവസാനമായിരിക്കും രാജേട്ടൻ കാണുന്നത്. പോകൂ രാജേട്ട, പോകൂ. ഇല്ലെങ്കിൽ ശവമോ? പെണ്ണിന്റെയോ? എവിടെ? എസ്റ്റേറ്റ് ഒക്കെ ചെയ്ത് നിങ്ങളാരെ സംസാരിക്കുന്നു? ഫാക്ടറി മാനേജർ. ശരി, ഇതാ വരുന്നു. ഹലോ. നിങ്ങൾക്ക് എന്തിന്റെ കേടാ ബാപ്പ? അല്ല മോളെ,
ആ പെൺകുട്ടിന്റെ മയ്യത്ത് കണ്ടപ്പോ നമ്മളെ മനസ്സ് സമ്മതിക്കുന്നില്ല. ബാപ്പ ആരെ കണ്ടെന്നാ പറയാ? ജീപ്പിലുള്ളവരെ ബാപ്പ കണ്ടോ? എന്നാലും ഒരെന്നാലും ഇല്ല. നോക്കിയും ബാപ്പ, മോന്റെ ബാപ്പ അങ്ങ് ദുബായിലാ. ഇനി ബാപ്പയും കൂടി പോലീസും കോടതിയുമായിട്ട് നടന്നാ പിന്നെ പുരയിലെ കാര്യം നോക്കാൻ ആരാ? ഈ പറയണത് നേരാണ് മോളെ. ബാപ്പയ്ക്കറിയില്ലേ ഈ എസ്റ്റേറ്റ് മോശമാണെന്ന്? മനുഷ്യന്റെ കോലവും ചെകുത്താന്റെ മനസ്സുമാണ് ബാപ്പ ഇവിടുത്തെ മനുഷ്യർക്കുള്ളത്. നമ്മൾ എന്തിനാ വല്ലവരെയും വിരോധം വാങ്ങിക്കണം? നിങ്ങൾ ഈ എസ്റ്റേറ്റ് ഫാക്ടറി ഓഫീസ് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? 3 വർഷമായി സർ. മരിച്ചുപോയ അംബികയെ സാധാരണ നിങ്ങൾ കാണാറുണ്ടായിരുന്നു? ഉണ്ട് സർ, എസ്റ്റേറ്റ് റോഡിലും മറ്റുമായി. അവൾക്ക് വിരോധികൾ ആരെങ്കിലും ഉണ്ടോ? എന്റെ അറിവിൽ ആരുമില്ല സർ. ഈ പെൺകുട്ടിയുമായി അടുപ്പമുള്ളവരെ അറിയാമോ? അങ്ങനെ ചോദിച്ചാൽ രാജു എന്നൊരു ചെറുപ്പക്കാരനുമായി സംസാരിക്കുന്നതും ഒന്നിച്ച് നടക്കുന്നതും കാണാറുണ്ട്. ആരാണ് ഈ രാജു? എസ്റ്റേറ്റ് അതിർത്തിയിൽ താമസിക്കുന്ന ഗിരിജ എന്ന പെൺകുട്ടിയുടെ അമ്മാവന്റെ മകനാണ് രാജു. അയാൾ അവിടെ തന്നെയാണോ താമസം? അവിടെ ആയിരുന്നു താമസം. ഇന്ന് രാവിലെ മുതൽ അയാളെ കാണാനില്ലെന്ന് ആളുകൾ പറയുന്നത് കേട്ടു. ഓഹോ, ശരി, നിങ്ങൾക്ക് പോവാം. ശരി സർ. അടുത്ത ആൾ വിളിക്കൂ. തോമസ്, ഗിരിജേ, ഗിരിജേ, എന്നെ വല്ലവരുടെയും കൊച്ചിന്റെ തന്തയേക്കാളുള്ള പുറപ്പാടായിരുന്നു അല്ലേ? ഗോപിയേട്ടൻ, നീ ഇത്ര വലിയ തേവിടിച്ചാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. നിന്റെ വലയിൽപ്പെട്ടുപോയി എന്നെ വേണം പറയാൻ. എന്നെ വിശ്വസിക്കൂ ഗോപേട്ട. ഇത്ര കാലം അവന്റെ കൂടെ ഈ വീട്ടിൽ അഴിഞ്ഞാടി നിന്നെ ഞാൻ വിശ്വസിക്കണം അല്ലേ? എന്റെ ജീവിതം തകർത്ത് നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇനി അവളെ തൊട്ടാൽ അന്റെ മയ്യത്തെ നമ്മൾ എടുക്കും. ഈ പോലീസാണെന്ന് വിചാരിച്ചാടാ ഈ പെൺകുട്ടീനെ പട്ടിയെ തല്ലുമ്പോൾ തല്ലുന്നത്. അന്റെ കെട്ടുകളാണ് അവള്. അനക്ക് എന്താണ് ആദ്യം അവളെ തല്ലാൻ? വീട്ടിൽ കയറി പെൺകുട്ടികളെ തല്ലിയാൽ അന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കഴിച്ചു. ഈ ഒന്നും മിണ്ടാണ്ടിരി മോളെ. ഇവനാര് തുക്കിടി സായിപ്പോ. ഓക്ക് തെറ്റ് പറ്റിയെങ്കിൽ അതിന്റെ കാരണക്കാരൻ നീയാ. ഓളെ തന്റെ മയ്യത്തായപ്പം അനക്കോളെ കൊണ്ടുപോകൂടായിരുന്നു. മൂപ്പര് സുജായി ചമഞ്ഞു വരും ലോഹ്യം കൂടാൻ. വേണ്ട മൊയ്തീൻക, ഗോപിട്ട, ഗോപിട്ട, മൊയ്തീൻക. ദേഷ്യം വന്നപ്പോ നമ്മളെ തന്നെ മറന്നുപോയി. അന്നെ തല്ലുന്ന കണ്ടപ്പോ നമ്മളെ സോറാനെ തല്ലുന്ന പോലെയാ ഞമ്മക്ക് തോന്നിയത്. ഗിരിജേ, 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 രാജേട്ടനോ? നീ ഇതുവരെ ഉറങ്ങി? രാജേട്ടൻ വരുമെന്ന് മനസ്സ് പറഞ്ഞു. അതുകൊണ്ട് കാത്തിരിക്കായിരുന്നു. ഒരു നമുക്ക് അകത്തേക്ക് പോവാം. സ്വന്തം അനിയത്തി പോലും ഇങ്ങനെ കാത്തിരിക്കാറില്ല ഗിരിജെ. നീ എന്നെ സ്നേഹം കൊണ്ട് കൊല്ലുകയാണ് മോളെ. രാജേട്ടൻ ഇരിക്കെ, ഞാൻ ചോറ് വിളമ്പട്ടെ. വേദന കൊടുക്കാനും അനുഭവിക്കാനും മാത്രമേ ഇന്നോളം എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അംബിക എന്നെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ അവളുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അന്നവൾ പറഞ്ഞു, ഞാനില്ലാതെ അവൾക്ക് ജീവിക്കാനാവില്ലെന്ന്. ഒരുപക്ഷെ അവളെ കൊലയ്ക്ക് കൊടുത്തത് ഞാനായിരിക്കും.
എന്തൊക്കെയാണ് വിവരങ്ങൾ? സർ, രാജു ഗിരിജയുടെ അമ്മാവന്റെ മകനാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവന്റെ കൂടെ ഒരു കൂട്ടുകാരനുമുണ്ട്, രാമു. പക്ഷെ അവനിപ്പോ ഇവിടെ ഇല്ല. രാമു, രാജു. ആ വീട്ടിലാരും ഇല്ലേ? ഉണ്ടേ. നിങ്ങൾ മാത്രമാണ് അവിടെ താമസം? അല്ല, എന്റെ കെട്ടിയവനുണ്ട്. പുറത്തു പോയിരിക്കുക ഏമാനെ. ഞാൻ ചോദിക്കുന്നതിന് ശരിയായ ഉത്തരം പറയണം. ഇല്ലെങ്കിൽ നിങ്ങൾ കുറേയേറെ ബുദ്ധിമുട്ടേണ്ടി വരും. അയ്യോ ഏമാനെ, ഞാൻ വല്ലപ്പോഴും എന്റെ കെട്ടിയവനോട് മാത്രമേ കള്ളം പറയൂ. ബാക്കി എല്ലാവരോടും സത്യമേ പറയൂ. ആ രാജുവിനെ അറിയോ? അറിയുമോന്നോ? ഗിരിജയുടെ അമ്മാവന്റെ മോനല്ലേ, നല്ലോണം അറിയും. അയാൾ എങ്ങനെയാ? ശുദ്ധ പാവമാണ് സർ. ആ ഗിരിജയ്ക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. പിന്നെ എന്താ പിന്നെ? അല്ല, ഗിരിജയുടെ ഗർഭത്തിന് കാരണം രാജു ആണെന്നാണ് സംസാരം. അതിലിപ്പോ വല്ല തെറ്റുണ്ടോ സർ? നെയ്യും തീയും പോലെയല്ലേ സർ ആണും പെണ്ണും? ആ അത് പോട്ടെ, അവന്റെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ, രാമു. മഹാ ചേട്ടിയാ സാറേ. അവന്റെ കൊമ്പ മീശയും നോട്ടവും. ആ അംബികയും രാജുവും തമ്മിൽ വല്ല അടുപ്പമുണ്ടായിരുന്നു? എന്ന് പറഞ്ഞാൽ ആ പെണ്ണിന് അവനോട് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ അവനെ സംബന്ധിച്ച് അങ്ങനെ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. സാറിന് വേണമെങ്കിൽ എന്റെ കണ്ണുകൊണ്ട് കണ്ട ഒരു കാര്യം പറഞ്ഞു തരാം. എന്താ കണ്ട കാര്യം? അത് ഞാൻ പറയൂല, അത് ഈ ഗോപാലൻ പറയൂല. ജീവൻ എടുക്കാതെ എന്റെ പൊന്നു ഗോപാല, ഒന്ന് പറഞ്ഞു തുലയ്ക്ക്. ഞാനുണ്ടല്ലോ ഈ ഗോപാലൻ. ഒരു ദിവസം രാത്രി എന്ന് പറഞ്ഞ് എന്ത് രാത്രിയാ? ഭയങ്കര രാത്രി. ഞാൻ ബംഗ്ലാവിന്റെ ചുമരും ചാരി പതിങ്ങി 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 അങ്ങനെ നടക്കുക. അപ്പോഴാണ് ഞാനത് കാണുന്നത്. എന്താ കണ്ടത്? രാമുവിനാണെങ്കിൽ ഹൃദയസ്തംഭനുണ്ടാവും. ഒരു നിലവിളി, എന്ത് നിലവിളി! പിന്നെ ശബ്ദവും. ആണും പെണ്ണും വടംപിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ ശബ്ദമില്ലാതിരിക്കുമോ? ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോ ഒരാണും ഒരു പെണ്ണും കുറ്റിക്കാട്ടിന് മെല്ലെ എണീറ്റ് വരും. ആരെ? രണ്ട് പാമ്പ് എങ്ങനെയാണ് നിൽക്കുകയാണ്. സീർക്കാരും വെക്കുന്നേ. പൊന്നെ, ഞാൻ അവിടുന്ന് ഒരു ഓട്ടോ, പിന്നെ നമ്മൾ ഗേറ്റിന്റെ അടുത്ത് വന്നിട്ടാണ് ഞാൻ നിന്നത്. നോക്ക്, ഇപ്പോഴും അതിന്റെ കിടുകിടുപ്പ് നിന്നിട്ടില്ല. ആ മതി വിളിച്ച് കിടുകിടുപ്പ് കൂടും. നീ ഇത്രയും പറഞ്ഞു നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലാവുന്നു. നിനക്ക് രാജുവിനോടുള്ള സ്നേഹം സഹോദര തുല്യമാണ്, രാമുവിനോട് വെറുപ്പും, അല്ലേ? ഒരു കാര്യം കൂടി അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. നിന്റെ ഗർഭത്തിന് ആരാണ് ഉത്തരവാദി? രാജു ആണോ? അല്ല സർ, രാജുവേട്ടൻ നല്ലതല്ലാത്ത വിധം ഒന്ന് നോക്കിയിട്ട് പോലുമില്ല. പിന്നെ ആരാണ്? മടിക്കാതെ പറയൂ. ഗോപിയേട്ടൻ. അതായത് നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച മനുഷ്യൻ, അല്ലേ? അതെ. ഗോപി നിന്നെ വിശ്വസിക്കാതിരിക്കാൻ കാരണം? എനിക്കറിയില്ല. ശരി, ആ ആവശ്യപ്പെട്ട സ്റ്റേഷന് വരണം. ശരി. ഗോപി അല്ലേ? അതെ. ഇരിക്കൂ, ഇരിക്കും മിസ്റ്റർ ഗോപി. സുഹൃത്തുക്കളെ പോലെ നമുക്കിരുന്ന് സംസാരിക്കാം. കാക്കി എടുപ്പിന് പുറത്തിടുമ്പോഴല്ലേ ഇതൊക്കെ സാധിക്കൂ. താങ്ക് യു സർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഗോപി ഗ്രാജുവേറ്റ് അല്ലേ? അതെ. SI സെലക്ഷന് പോവാമല്ലോ. അപ്ലൈ ചെയ്തിട്ടുണ്ട് സർ. വെരി ഗുഡ്. സാർ എന്നെ വിളിപ്പിച്ചത്? ഓ, വിളിപ്പിച്ച കാര്യം ഞാൻ പറഞ്ഞില്ലല്ലേ? പറയാം. Come on, have it. നോ താങ്ക്സ്. ഗോപി, തെറ്റ് ചെയ്യാത്തവരാരും മനുഷ്യരാണെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം നമ്മളാരും ദേവന്മാരില്ലല്ലോ. ഗോപിക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലല്ലേ? ചെയ്ത തെറ്റാണെന്ന് തോന്നിയാൽ അത് തിരുത്തണം കൂടിയാണ് മനുഷ്യൻ എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ഗോപി എന്ത് പറയുന്നു? ഞാൻ അതെ,
ഗോപി ഒരു തെറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഗോപി മജ്ജിയ മാംസമുള്ള ഒരു മനുഷ്യനാണെന്ന് എനിക്ക് ബോധ്യമാവുകയും ചെയ്തു. പക്ഷെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചെയ്തത് തെറ്റാണെന്ന് ഗോപിക്ക് തോന്നാറുണ്ടല്ലേ? തിരുത്തണമെന്നും ആഗ്രഹമുണ്ട്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്നിട്ടും തിരുത്താൻ വൈകുന്നത് കുറേയേറെ സംശയങ്ങളുള്ളതുകൊണ്ടാണല്ലേ? ഒരു മറവും കൂടെ സംസാരിക്കാൻ വേണ്ടിയാണ് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസം തന്നെ ഞാൻ ഗോപിയെ വിളിപ്പിച്ചത്. സ്വന്തം ചേട്ടനോടെന്ന പോലെ ഗോപിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് പറയാം. ഞാൻ കുറേയേറെ കുറ്റക്കാരനാണ് സാർ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിനി ഒന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല. ഞാൻ സ്നേഹിച്ച പെൺകുട്ടിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞതിൽ പിന്നെ ഞാൻ ശരിയായി ഉറങ്ങിയിട്ട് പോലില്ല സാർ. അതുകൊണ്ടായിരിക്കും ഗോപി ഒരു മാസം ലീവ് എടുത്തതല്ലേ? ഗോപിക്കും എനിക്കും പോലീസുള്ള ജോലി. ഒരു കള്ളന് വേണ്ടി വാദിക്കണമെന്ന് കരുതരുത്. എന്റെ അധികാരപരിധിയിൽപ്പെട്ട ഗ്രാമത്തിൽ നാട്ടുകാർക്ക് തലവേദന ഉണ്ടാക്കുന്ന 2 കള്ളന്മാരുണ്ടായിരുന്നു. അതിലൊരുത്തൻ ഗോപിയെപ്പോലെ ഗ്രാജുവേറ്റ് ആണ്. മറ്റവൻ വളർന്ന ചുറ്റുപാട് മഹാവൃത്തികെട്ടത്. ഇത്രയും മനസ്സിലാക്കിയത് 3 വർഷം ആ സ്റ്റേഷൻ ഇരുന്ന് തന്ന ഓർമ്മ വേണം. സാർ പറയുന്നത് അമ്മാവന്റെ മന നിലയിൽ ഗിരിജയുടെ വീട്ടിൽ രാജു രാമും താമസിച്ചിരുന്നു. രാജു രാമു. ആദ്യം ഭയം കൊണ്ട പെൺകുട്ടി രാജു അമ്മാവന്റെ മകനെ സമ്മതിക്കേണ്ടി വന്നു. പക്ഷെ ദിവസം കഴിയുന്നവരും ഒരു സഹോദരന്റെ സ്നേഹമാണ് അവൾക്ക് അയാളിൽ നിന്നും കിട്ടിയത്. എന്നാൽ രാമു തന്റെ സ്ഥിര സ്വഭാവം ആ വീട്ടിലും കാണിക്കാൻ തുടങ്ങി. അവന്റെ ഇരയാകുമായിരുന്ന ഗിരിജയെ രാജുവാണ് രക്ഷിച്ചത്. അതോടെ അവർ തമ്മിലുള്ള ബന്ധവും തകർന്നു. സത്യമാണ്, പോലീസ് റെക്കോർഡിൽ രാജു ഒരു കൊലപാതകത്തിനോ ബലാത്സംഗത്തിനോ മുതിർന്നതായി കാണാൻ പറ്റില്ല. പക്ഷെ രാമു ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കുന്ന കൊലയാളിയാണ്. കള്ളന്മാരുടെ കൊലപാതകത്തിലെ മാനസികാവസ്ഥ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഒരുപക്ഷെ രാജുവിന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങളും കള്ളനാകുമായിരുന്നു. സത്യത്തിൽ ഇപ്പോൾ നിങ്ങളാണ് കള്ളൻ. സാർ ഇത് ഞാൻ തുറന്നു പറയട്ടെ, മനസ്സിലാക്കുകയാണെങ്കിൽ ഗിരിജയോട് ഒന്ന് മാപ്പ് ചോദിക്കൂ. നിങ്ങളുടെ കുഞ്ഞാണ് അവളുടെ വയറ്റിലുള്ളത്. അല്ല എന്ന് ഗോപിക്ക് പറയാനാവില്ലല്ലോ. പുറത്ത് അകത്ത് അകത്തായി, നീ പുറത്തു വരേ വേണ്ടു. കഷ്ടം. എന്തോന്ന് കഷ്ടം? അവൻ ചെലവില്ലാതെ കുട്ടിയുണ്ടാക്കിയ പാർട്ടിയാ. എന്താടാ പറഞ്ഞു?
എന്നോട് ക്ഷമിക്കൂ ഗിരിജെ. നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. സാരമില്ല ഗോപിട്ട. ഗോപിയേട്ടന് വേണ്ടിയല്ലാതെ ഞാൻ പിന്നെ ആർക്ക് വേണ്ടിയാ വേദനിക്കുക? ഗോപിട്ട, ഗിരിജെ, അല്ല മോനെ, നീ എന്താ ഈ സമയത്ത് ഇവിടെ? നീ പറയും മോനെ. ഇക്ക, എന്നെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? ഞാൻ കാരണമാണ് ഇവിടുത്തെ ഗ്രാമസേവിക ആത്മഹത്യ ചെയ്തതെന്ന്. നീ എവിടെയാ താമസിക്കുന്നത്? ഗിരിജയുടെ വീട്ടിൽ. ഗിരിജയുടെ വീട്ടിലോ? അപ്പോ ഗിരിജയുടെ അമ്മാവന്റെ? അതെ, അമ്മാവന്റെ മകൻ തന്നെ. ഓ, അത് ശരി. ഈ ഒരു കാര്യം ചെയ്യ്. ഈ നമ്മളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. പറയുവോ? പറയാം. എന്നാ വാ. എവിടെ സൂറ? പാപ്പ പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുകയാണ്. എന്താ കാര്യം? ആ പാവൻ രാജുവേട്ടനെ പോലീസ് പിടിക്കുമെന്ന് തോന്നുന്നു. പക്ഷേ അംബികയെ കൊന്നത് രാജുവേട്ടനല്ലെന്ന് പാപ്പ ഉറപ്പിച്ചു പറയുന്നു. ആ ദിവസം രാത്രി കൊക്കയുടെ അടുത്ത് പാപ്പ എസ്റ്റേറ്റ് ജീപ്പ് കണ്ടതാണ്. കൊക്കയിലേക്ക് എന്തോ വീഴുന്ന ശബ്ദവും കേട്ടതാണ്. മുഴുവൻക്ക് അത് പറയാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയാണോ? അതെ ചേച്ചി. പക്ഷേ ബാപ്പ അത് പറഞ്ഞതുകൊണ്ട് മാത്രം കുറ്റം ചെയ്തത് ആരാണെന്ന് തെളിയില്ലല്ലോ. സംഭവം നേരിൽ കണ്ട ആരെങ്കിലും വേണ്ടേ? ഈ ഞൊണ്ടിപ്പെണ്ണിന് ജീവൻ തന്ന മനുഷ്യനാണ് രാജുവേട്ടൻ. അത്രയ്ക്ക് സ്നേഹമുള്ള ഒരാൾക്ക് ഒരു പെണ്ണിനെ കൊല്ലാൻ പറ്റുമോ? രാജുവേട്ടന് എന്തെങ്കിലും പറ്റിയാൽ മനസ്സമാധാനത്തോടെ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. കരയാതെ സുഹൃ, എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. ഞാൻ പോട്ടെ. ഇത്രയും കാര്യങ്ങള് നമ്മള് കണ്ണുകൊണ്ട് കണ്ടതാ. നിങ്ങളുടെ അറിവിൽ എസ്റ്റേറ്റിൽ ആർക്കെങ്കിലും അമ്പികയുടെ വിരോധമുണ്ടായിട്ടായിരുന്നു? സാഹചര്യത്തിൽ തന്നെ വ്യക്തമില്ലാത്തൊരവസ്ഥയിലാണ്. ഒരു ദൃക്സാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എളുപ്പം കൊലപാതകയെ കണ്ടെത്താമായിരുന്നു. നമസ്കാരം മാനെ. ഒന്നതാരാന്ന് എനിക്കറിയാം മാനെ. നിങ്ങളെ? എന്റെ പേര് ഗോപാലൻ. ഞാൻ എസ്റ്റേറ്റ് ബംഗ്ലാവിലെ വാച്ച്മാനാ. ഇതെന്റെ ഭാര്യ ജാനകി. നമസ്കാരം. നമസ്കാരം. കൊന്നതാരാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഈശ്വര സാക്ഷിയായിട്ട് പറയാണ് ഏമാനെ. ഞാൻ എന്റെ 2 കണ്ണുകൊണ്ടും കണ്ടതാ. നിങ്ങൾ എന്താ കണ്ടത്? ബലം പ്രയോഗിച്ച് മുതലാളി ആ കുട്ടിയെ നശിപ്പിച്ച ശേഷം കുട്ടിയോട്ട് കുത്തിക്കൊന്ന്, എന്നിട്ട് എസ്റ്റേറ്റ് ജീപ്പിലിട്ട് പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്ത്. ഞാനല്ലേ ഗേറ്റ് തുറന്നു കൊടുത്തത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ കുട്ടിയുടെ വയറ്റിൽ കുപ്പിച്ചിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് തന്നെ ഏമാനെ ഞാനും പറഞ്ഞത്. ആട്ടെ, നിങ്ങൾ ഈ സംഭവം നേരിട്ട് കാണാൻ എന്താ കാരണം? ഏമാനെ, മുതലാളി വല്ലപ്പോഴൊക്കെ നിങ്ങളെ വിളിച്ചുകൊണ്ട് വരാറുണ്ട്. ഒരു തമാശയ്ക്ക് മുതലാളിയുടെ അഭ്യാസങ്ങൾ കാണാൻ ഞാൻ ജനാലിൻ്റെ കൂടെ എത്തി നോക്കാറുണ്ട്. അങ്ങനെയാണ് ഈ സംഭവം ഞാൻ കണ്ടത്. നിങ്ങൾ ദുഃഖാക്ഷി ചെയ്തുകൊണ്ട് എനിക്കവർ പിടികൂടാമെന്നാണ് തോന്നുന്നത്. ഏതായാലും കോടതിയിൽ തന്നെ ഓ പറഞ്ഞു. ഓ ഞാൻ പറയാം. ഓ ഓ ഓ നടക്കടി. എങ്ങോട്ടാ രാമൂത്തർ അത്യാവശ്യമായിട്ട്? എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. എന്തു പറ്റി? രാജു ഒളിവിലാണ്. ഒരാഗ്രഹം മാത്രമേ ബാക്കിയുള്ളൂ. അത് ഞാൻ ഇന്നു തന്നെ നിറവേറ്റും. ആ പുറത്തിരിക്കുന്ന ജീപ്പില്ലേ, അന്ന് പോയി പരിശോധിച്ചു വരും. വല്ല തെളിവുകളും കിട്ടാൻ സാധ്യതയുണ്ട്. ഇൻസ്പെക്ടർ, എല്ലാം അതിലും അടച്ചേക്കൂ. ഒരുത്തന്നെ രക്ഷപ്പെടാൻ പാടില്ല. കമോൺ. ഹലോ ഇൻസ്പെക്ടർ.
എന്താ പതിവില്ലാതെ? ഡ്രിങ്ക് കുടിക്കാനല്ല ഞാൻ വന്നത്, ജോൺ തോമസിനെ വിളിക്കാനാണ്. മനസ്സിലായില്ല. യു ആർ അണ്ടർ അറസ്റ്റ്. Me? All right, all right. രാമേട്ടാ, അതേടി, നിന്നെ തന്നെയാണ് കാത്തുനിന്നത്. രാമേട്ടാ, രാജേട്ടാ, 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 അയ്യോ രാജേട്ടാ, രാജേട്ടാ,